വണ്ടിയിൽ കയറിക്കണേ, എല്ലാരും വന്നേക്കണേ, വണ്ടി തപ്പിട്ടേക്കണേ. ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യവിടെ ടെൻഷൻ അടിച്ച് വണ്ടി ഓടിക്കുമ്പോഴാ അന്റെ അമ്മ. അത് ശരി, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? പെണ്ണ് കാണാൻ പോണ നവാസല്ലേ? എന്താ ഞാൻ പറയണേ? ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി എന്റെ വണ്ടിയുടെ സില്ലീപ്പറാണ് പോകൂലേ? സില്ലീപ്പറാ? പിന്നെ ശ്രീധന കമ്മീഷന്റെ ഒപ്പം സില്ലീപ്പറിന്റെ പൈസ തരേണ്ടി വരും. അല്ലെങ്കിലും എന്റെ വണ്ടിക്ക് ഒരു പുതിയ സില്ലീപ്പർ ഇവര് വാങ്ങിത്തരും. ആദ്യം ഈ കല്യാണവും നടന്നോട്ടെ, നോക്കി പേടിപ്പിക്കാണ്ട് ഒന്ന് വണ്ടി വിട്ടാ. നവാസ് വന്നേക്കണേ, വണ്ടിയില് നിങ്ങളെ പാട്ട് ഞാൻ ഇപ്പൊ കേറിക്കോളി, അങ്ങാടിയിൽ ഇറക്കി തരാം. പകുതി പൈസ എന്റെ പൊന്നാറുമ്മറെ, വെറുതെ ആളെ വിളിച്ചേറ്റ് കൊളാക്കല്ലേ. നമ്മളൊരു പെണ്ണ് കാണാൻ പോവാ, അത് നീ മറക്കരുത്. എടാ, ഞാൻ ആദ്യമായിട്ടൊന്നല്ല എന്നെ കൊണ്ട് പെണ്ണ് കാണാൻ പോണത്. ഇത് 8ാമത്തെ തവണയാണ്. വണ്ടിക്കൂലി പോട്ടെ, ഒരു സോഡ, വേറൊരു കാലി സോഡന്റെ പൈസ നിൽക്കണ കഴിച്ചു. ഉമ്മറെ, നിനക്കൊരു ഉത്തരവാദിത്തല്ലേ? നീ വെറും ഓട്ടോ ഡ്രൈവർ മാത്രല്ല, വിത്ത് ബ്രോക്കറാണ്. ബ്രോക്കർ ആടാ, വിത്ത് ബ്രോക്കറാ. പക്ഷെ ആ വിത്ത് ഇന്ത്യയിൽ നടരുത്, മുളക്കൂല. അതെ, ഇതിന്റെ വിത്ത് നട്ടാ മതി, നല്ല പോലെയാ. ഇതേതാ ഇപ്പണ്ടാരം? നിങ്ങളെ പൈസ തരുന്നില്ല. പൈസ തരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചാപ്പിട്ടി ഞാനൊക്കെ പുറത്തു കാട്ടും. പിന്നെ നിങ്ങൾ നടന്നിട്ടാണ് പെണ്ണ് കാണാൻ പോയിട്ട്. നീ ഇവർക്ക് 3 ലക്ഷം രൂപയെ 50 പവനും മേടിച്ച് ഈ കല്യാണം നടത്തിക്കണം. അപ്പൊ അതിന്റെ ഓട്ടോ കൂലിയും കാലിസോടന്റെ പൈസ പിടിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ മുടിഞ്ഞ വണ്ടിയെ കയറിയാലേ ഇങ്ങനെ രണ്ടാളുടെ കല്യാണം നടക്കാൻ പോണില്ല. നിന്റെ വണ്ടി പോണോണ്ടല്ല, കഞ്ഞിക്കാലം പോലുള്ള അന്നൊപ്പം കൊണ്ടുവന്നിട്ടാ ഇവർ രണ്ടാളെ കല്യാണം നടക്കാത്തത്. ഉമ്മറെ, ഒരു കാര്യം, ഇതും കൂടി ശരിയായില്ലെങ്കിൽ ഇനി നീ ഞങ്ങൾക്ക് വേണ്ടി ബ്രോക്കർ പണി എടുക്കണ്ട. എനിക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് വേണം എന്റെ പെങ്ങളുടെ നിക്കാഹ് നടത്താൻ. എടാ, എന്റെ കാര്യം അങ്ങനെ തന്നെ. നിങ്ങൾക്കൊക്കെ അറിയാലോ, കെട്ടുപ്രായം തഴഞ്ഞു നിൽക്കുന്ന ഒരു പെങ്ങള് എന്റെ വീട്ടിലുണ്ട്. എന്തായാലും എനിക്ക് പെങ്ങന്മാരില്ലാത്ത എന്റെ ഭാഗ്യായി. എനിക്ക് 7 പെങ്ങന്മാര്. ഈ കാർബാളിനൊപ്പം തേങ്ങാക്കൊലയും വായക്കൊലയും കച്ചവടം ചെയ്ത് നടന്നാല് പെണ്ണ് പോയിട്ട് ഒരു പെടക്കോയും കൂടി കിട്ടൂല. നോക്കിക്കാ വന്ന് കേറണ. ഇനിയിപ്പോ നടന്നു പോണ്ടി വരും. വണ്ടി പൊളിച്ചടുക്കല്ലടാ, നാളെ വേണതേ. വണ്ടി പോലെ ആയി പാട്ടല്ല, ഞാൻ ചെവിന്റെ അടിക്കാൻ ഞാൻ പാടിത്തരാം. പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞവരെ കാണുന്നില്ലല്ലോ. നിങ്ങളെ സ്വഭാവം അവർക്ക് നേരത്തെ മനസ്സിലായി കാണും. ഞാൻ പലിശയ്ക്ക് വാങ്ങി പൈസ കൊടുക്കാനുണ്ട്. സുലൈമാൻ പറഞ്ഞു വിട്ട് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. നേരായിരിക്കും, വഴി കത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്റെ ആരും അല്ലട്ടോ, ഞാൻ വെറൊരു അയലോക്കാരനാ. അത് നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അടി കൊള്ളാൻ നിനക്ക് വയ്യ. കണ്ടിട്ട് ഗുണ്ടകളെ പോലെ ഉണ്ട്, കയ്യിലൊരു കന്നാസും ഉണ്ട്. വല്ല പെട്രോളോ ഡീസൽ എന്തെങ്കിലും ആവുമോ? ചിലപ്പോ നമ്മളതിനെ വിളിച്ച് കത്തിക്കാനുള്ള പരിപാടി ആവട്ടോ. വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഉള്ളത് കൊടുത്ത് വേഗം പറഞ്ഞു വിടാൻ നോക്ക്, അല്ലെ നിങ്ങളെ തടി അർപ്പാവേ. ഞാൻ പിന്നെ അയലോക്കാരനാ. അതിന് കൊടുക്കാൻ എന്റെ എന്തെങ്കിലും വേണ്ടേ? പലിശ അടക്കം 2 ലക്ഷം ഉറുപ്പിക വരും. ഏതായാലും എന്റെ മോളുടെ കല്യാണം മുടങ്ങും. ഞങ്ങക്ക് ഇവിടെ അല്ല ഇറങ്ങേണ്ടത്, അങ്ങാടിയിലാക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞേ. എടാ, എന്നാ ഈ അങ്ങാടിയൊക്കെ ഉണ്ടായി? ഈ പാടാണ് ബലം കുറഞ്ഞ അങ്ങാടിയല്ലേ, നടന്നു പോയിക്കോ, അതാണ് ലാഭം. ഇങ്ങക്കും അതന്നെ ലാഭം, എനിക്കും അതാണോ ലാഭം? ഓ, എനക്ക് ലാഭം. ഓടുന്നു ശരിയടാ.
എന്നെ ഒന്നും ചെയ്യരുത്. പൈസന്റെ കാര്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ അയലോക്കാരനാ, പേര് ബാലൻ. മനസ്സിലായില്ല. പലിശ പൈസന്റെ കാര്യത്തില് കുറച്ച് സാവകാശം തരണം. ഏയ് പലിശ പൈസ ഒന്നും വേണ്ട, അത് ഹറാമല്ലേ. നിങ്ങൾ സ്ത്രീധന പൈസ കൊടുത്താൽ മതി. ആദ്യം നിങ്ങൾ ചെറുക്കനൊന്ന് കാണി. ദാ നോക്ക്. തീരുമാനിക്ക്. ഇനി മനസ്സിലായിട്ടില്ല? ഞാൻ ഞങ്ങളെ ഫോണിൽ വിളിച്ച ഉമ്മറ്. അത് ശരി, അപ്പൊ നിങ്ങളെ പെണ്ണ് കാണാൻ വന്നാ? നിങ്ങൾ എല്ലാവരും കണ്ടപ്പോ ഞങ്ങളത് പേടിച്ചു പോയി. അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാരും കൂടെ പെണ്ണ് കാണാൻ വന്നാലും കെട്ടുന്നത് ഇവ മാത്രമാണ്. അതായത് നമ്മുടെ നവാസേ. എന്നാ എല്ലാരും അകത്തേക്ക് വരൂ. അല്ലെങ്കിൽ മറ്റൊരു പാടിയ ഞാൻ ബാബു, ഇവരുടെ മുതലാളിയാണ്. എന്താ ചെയ്യുന്നത്? ബിസിനസ്. ചക്ക, മാങ്ങ, തേങ്ങ, പഴം, കോഴിക്കാട്ടം, മാട്ടി. ഓൻ അങ്ങനത്തെ എല്ലാ ചെയ്യുന്ന ബിസിനസ്സും ഉണ്ട്. നമുക്ക് കാര്യത്തിൽ കിടക്കാം. നിങ്ങൾ കുട്ടീനെ വിളിച്ചോളി. മോളെ, കാണിച്ചു കൊടുത്ത് എന്നെ സമ്മതിക്കണം. കണ്ടോളിയടാ, കണ്ടോളി. ഇതാ എന്റെ മോള്. എനിക്കുള്ള സ്വത്തിന്റെ പാതി ഇവക്കുള്ളതാ. അതല്ലെങ്കിലും വേണ്ടി വരും. ഉമ്മറെ ഒന്നും വന്നേ. ചോനെ തല്ലാനാണാവോ? ബാലേട്ടാ, ഒന്നും വിചാരിക്കരുത്. ഓനങ്ങനെ കാണാൻ കോണം വേണമെന്നൊന്നുമില്ല. പൈസ ഉണ്ടോ? ഉമ്മറി കല്യാണം നടത്തി തരാം. ശ്രീധൻ എത്ര ചുരുങ്ങിയാലും 50 പവനും 2 ലക്ഷം ഉറുപ്പിയും അതിൽ കുറയില്ല. അതിപ്പോ തനിക്കറിയാലോ, 50 പവൻ തന്നെ നല്ലൊരു സംഖ്യ വേണ്ടി. ഇപ്പൊ നമ്മളിടയിൽ 100 പവനാ പാഷൻ. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ട് ഇത് 50 പവനാക്കിക്കണത്. പിന്നെ 2 ലക്ഷം ഉറുപ്പിയാന്നൊക്കെ പറഞ്ഞ അതൊരു വെള്ളം കൂടി. അല്ലാതെ സ്ത്രീധനായിട്ട് കൂട്ടാൻ പറ്റൂല. അത്രയ്ക്കൊന്നും സ്ത്രീധനം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ അല്ലെങ്കിൽ തന്നെ മൂക്കോളം കടത്തില്ല. ഞാൻ ഒന്നും കൂടി ഓരോടും സംസാരിക്കട്ടെ. തർക്കിച്ച് വേണമെങ്കിൽ ഒരു 5 പവനോട് കുറയ്ക്കാം. അതെ, തർക്കിച്ച് വില പറഞ്ഞ് ഉറപ്പിക്കാം. ഇത് കച്ചവടമൊന്നും അല്ലല്ലോ. കച്ചവടം എന്ന് പറഞ്ഞാല് ചക്ക കച്ചവടാണെങ്കിൽ നഷ്ടം വരും, മാങ്ങ കച്ചവടാണെങ്കിൽ നഷ്ടം വരൂല. കയ്യിന്ന് പൈസ പോവും. ആന്ന് ആട്ടുകാട്ടാണ് നല്ല ലാഭമാണ്. ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല ഈ നാശം. ആട്ടുകാട്ടേതാ മോശ മലേട്ടാ? ഇഞ്ചിക്ക് എന്താ വില? ഇഞ്ചിയോ? ആന്ന് മഞ്ഞളും ഇഞ്ചിയും. അതിന് 100 ഉറുപ്പിക വരും. ഇഞ്ചിക്ക് 100 ഉറുപ്പിക? ഞാനെന്തെങ്കിലും ചോദിച്ചെന്ന് വെച്ച് വായത്തൊന്ന് വില പറയാ? അതല്ലെന്ന് ഇഞ്ചിക്ക് ഇപ്പൊ 100 ഉറുപ്പിയല്ലേ? 100 ഉറുപ്പിയക്ക് എനിക്ക് ഇഞ്ചി വേണ്ടെന്ന് കഴിഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ഇന്നോട് ചൂടാതെ. ഇഞ്ചിക്ക് 100, മഞ്ഞളിന് 100. അതിലെനിക്ക് ഇഞ്ചിയില്ല, ഒരു ചുക്കുമില്ല. അത് ശരി, ഇല്ലാത്ത ഇഞ്ചിക്ക് 100 ഉറുപ്പിയ. അപ്പൊ അനക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ വില? അല്ലെങ്കിൽ തന്നെ ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കണം, എന്റെ മുഖത്തിന് കള്ള ലക്ഷണം. ഇതേപോലെ നുണ പറയുന്ന ഒരാളെ എന്റെ ഇളാപ്പാന്റെ ഇഞ്ചി കട ഉണ്ടായിരുന്നു. അവസാനം എന്റെ ഇളാപ്പ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് മൂപ്പന്റെ സ്റ്റൈലാ. അതോടുകൂടി നുണ പറച്ചിന്റെ ഒരു തീരുമാനമായി. ബാബു നല്ല സൂപ്പർ അളാപ്പേട്ടോ. അല്ലോ പറ വേറെ ഇവരായിട്ടുള്ള കല്യാണം നടത്തരുത്, ചതിയന്മാരാ. കിട്ടിയ ആപ്പിൽ ഇല്ലോട്ട് ചാമ്പി. ഇനി ഇത് കേക്കാളുകൾ കല്യാണം നടത്തുകയാണെങ്കിൽ മോളെ മറ്റേ കാര്യം ഞാൻ പറയുവേ. എന്തായാലും നവാസ് വന്നിക്കണ്, സെന്റൊക്കെ പൂസിക്കണ്. അപ്പൊ തന്നെ തോന്നിക്കണ് അപ്പൊ പുടുത്തം വിട്ട് പോയിക്കണ്. അല്ല ഞാൻ നിക്കണൊക്കെ അങ്ങാടിയിലേക്ക് പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ആയിക്കോട്ടെ. എന്തായി പോയിട്ട്? ഒന്നും ആയില്ല. കണ്ടോന്റെ വീട്ടിൽ പോയി സ്ത്രീധനത്തിന് വില പേശി ഞാൻ മടുത്തു. ഇനി എനിക്ക് മാനം കെടാൻ വയ്യ. ഏതെങ്കിലും ഒരു പാവം കുട്ടിയെ കല്യാണം കഴിച്ച് ഞാൻ ജീവിച്ചോളാം. എനിക്ക് അതാ താല്പര്യം. എനിക്ക് ലക്ഷങ്ങൾ വേണ്ട. ലക്ഷങ്ങൾ സ്ത്രീധനം കിട്ടാനേ ആണുങ്ങളെ പോലെ ജീവിക്കാനടാ. മാമയൊന്നും മിണ്ടാണ്ടിരി. ഒരു ലക്ഷങ്ങള് മാമയ്ക്കുണ്ടല്ലോ ഒരു മോൻ, അവൻ കെട്ടുമ്പോ ലക്ഷങ്ങൾ മേടിച്ചാ മതി. ആടാ,
നിന്റെ മോൻ കെട്ടുമ്പോ ലക്ഷങ്ങൾ വാങ്ങുകയും ചെയ്യും, നിന്റെ മോളെ കെട്ടിക്കുമ്പോ ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. എന്തായാലും എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചോദിക്കാൻ എനിക്കെന്തുള്ളത്? ഇല്ലായിട്ടല്ല, ഉള്ളതൊക്കെ ഇജ്ജായിട്ട് നശിപ്പിച്ചത്. 2 വട്ടം ഗൾഫിൽ വിട്ടില്ലേ, കുണം പിടിച്ചോ? അവസാനം അനക്കും ആര്യസിനും ബിസിനസ് നടത്താൻ വേണ്ടി ഈ വീടിന്റെ ആധാരവും പണയം വെച്ച് എന്നാ ബാങ്കുകാർ വന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് അറിയില്ല. നേരാ, ഞാൻ കുണം പിടിച്ചിട്ടില്ല. നേരെ തന്നെയാ, ഞാൻ ഉണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടിട്ടാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? നവാസെ, അനക്കും ഉണ്ട് കെട്ടുപ്രായം തിരിഞ്ഞേക്കുന്ന ഒരു പെങ്ങള്. ഓളെ കാണാൻ പറഞ്ഞൊരു ചോദിക്കണതേ ലക്ഷങ്ങളാ. എവിടുന്നാ കൊടുക്കുക? ബാപ്പ ഉണ്ടാക്കിച്ച ഈ വീടല്ലാണ്ട് ഇജ്ജായിട്ടൊരു 10 പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കും, അതിനിത്തിരി പുളിക്കും. ഓനെന്തിനാ പൊരിയും പെങ്ങളും? ഇവിടെ നിന്ന് മൂത്ത് നിറച്ച ആളുകൾ കൊണ്ട് പറയിപ്പിക്കും. ഞാൻ മൂത്തരച്ച് പൊയ്ക്കോട്ടെ, എന്നാലും മാമാന്റെ മോളെ പോലെ പലിശക്കാരൻ തമിഴിനെ പ്രേമിക്കാനൊന്നും ഞാൻ പോകൂല. എന്റെ പെങ്ങളെ, അന്റെ ഈ 2 മക്കളെ കൊണ്ട് ഈ കുടുംബം മുടിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നതെങ്ങനെ ഇങ്ങനെ വിളിച്ചോ. പിന്നെ അന്റെ മക്കൾക്ക് ഒരു തോന്നലുണ്ടാവും, ഞാനും എന്റെ കുടുംബം ഇവിടെ വന്നെന്തിനാ താമസിക്കുന്നേന്ന്. എന്റെ മോൻ ശുക്കൂർ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാല് എന്റെ പഴയ പോലെ പൊളിച്ചെടുത്ത് ഒരു ഉഗ്രം ബംഗ്ലാവ് പണിതിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവും. അപ്പൊ എന്റെ മക്കൾക്ക് മനസ്സിലാവും ഈ മാമൻ ആരാണ്. നീ ഇങ്ങനെ തിന്നോണ്ടിരുന്നോ? നവാസ് വന്നിട്ടുണ്ട്. ഓനിപ്പൊ പെണ്ണ് കണ്ട് മടുത്തണ്. പിന്നെ ഞമ്മള് പറഞ്ഞ ശ്രീധരത്തിന് കല്യാണം നടക്കൂലെന്ന് ഓന് മനസ്സിലായി. ഇനി ഓന്റെ മനസ്സിലേക്ക് നമ്മളെ മോള് റംലാനെ മെല്ലെ മെല്ലെ കേറ്റിരുത്തണം. റംലാനെ കല്യാണം കഴിക്കാൻ ഓൻ സമ്മതിക്കുന്നു തോന്നണില്ല. ആ തമിഴനായിട്ടുള്ള പ്രശ്നമൊക്കെ ഓൻ അറിയാല. എന്തായാലും പുറത്തുനിന്നൊരു കല്യാണം എന്റെ മോക്ക് നടക്കൂല. നടന്നാലും എന്നെങ്കിലും ഈ സംഭവം ഓരറിഞ്ഞ അന്ന് മൊഴി ചൊല്ലി വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഇത് ഞമ്മളെ കുടുംബത്തിൽ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ നവാസിനെ വീഴ്ത്താൻ വേറൊരു വഴി കൂടിയുണ്ട്. ഓന്റെ പെങ്ങള് ഷായിനാന് ഞമ്മളെ മോൻ ശുക്കൂർ കല്യാണം കഴിക്കുമെന്ന് പറയണം. ഓൻ ഗൾഫുകാരനല്ലേ, ലക്ഷങ്ങളെ ശ്രീധനം വാങ്ങി നല്ല കുടുംബത്തിൽ പോയി കല്യാണം കഴിക്കണം. അല്ലാണ്ട് ഇത് നടക്കൂല. നടത്താൻ വേണ്ടി അല്ല സൈനബാ, ഈ മൊയ്തീൻ എന്താ പൊട്ടനാ? ആദ്യം നവാസിന്റെ റംലാന്റെ നിക്കാഹ് നടത്തണം. അത് കഴിഞ്ഞ് നമ്മളെ പൊരമനൊക്കെ തീർത്ത് ശുക്കൂർ ഗൾഫിൽ നിന്ന് വരുമ്പോ ഷായിനാന്റെ ശുക്കൂറിന്റെ നിക്കാഹ് എന്ന് പറയണം. അത് കേട്ട ആയിഷ നവാസിനെ കൊണ്ട് നമ്മുടെ മോളെ കെട്ടിക്കുന്ന ഉറപ്പാ. അതാ ഞാൻ പറഞ്ഞത്. ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് ശുക്കൂർ ഗൾഫിൽ നിന്ന് വരുമ്പോ ഓനെ കൊണ്ട് ഒരൊറ്റ പറയിപ്പിക്കൽ. എന്തെന്ന്? ഷായിനാണ് എനിക്ക് ഭാര്യയായിട്ട് കാണാൻ കഴിയൂല, എനിക്കോള് പെങ്ങളെ പോലാണ്. അങ്ങനെ എനിക്കും ഉള്ളിന് കേടില്ലാണ്ട് തീരും. റജീന, അന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അതിന് മാത്രമൊക്കെ പറയാനുണ്ടോ എന്റെ കാര്യം? നവാസിന് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഒന്നും ആയില്ല, പതുപോലെ മാനം കിട്ടും. അനക്കൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞേക്കണു വിജയൻ. ഓന്റെ ഒപ്പം പണിയെടുക്കണ ആളുടെ മോള അത്യാവശ്യം ശ്രീധരം കിട്ടുമെന്നാ പറഞ്ഞു. പെങ്ങന്മാരെ കെട്ടിക്കാനാ ഞാനും നവാസൊക്കെ ശ്രീധരൻ ചോദിച്ച് പെണ്ണ് കെട്ടാൻ നടക്കണേന്ന് നാട്ടിലാകെ പാട്ടാ. എന്നെ കെട്ടിക്കാൻ വേണ്ടി ഇക്കാക്ക ഇങ്ങനെ സ്ത്രീധനം ചോദിച്ച് മാനം കിടണ്ട. ഇക്കാക്കാന്റെ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഈ വലിയ വർത്താനൊന്നും പറയണ്ട. ഈ എന്റെ പണി നോക്ക്. എന്റെ കണ്ണടിയണതിന് മുമ്പ് നിങ്ങളൊക്കെ ഒരു കരക്കെത്തി കണ്ടാ മതി. ഇക്കാക്ക വന്നോ? വന്നിരുന്നു. ഇപ്പൊ സ്ഥലക്കച്ചവടാ, ലാഭം കിട്ടിയ നിർത്തുമെന്നാ പറഞ്ഞേ. അത് നന്നായി. ഇത് ഉമ്മാക്കുള്ള മരുന്നാ, അങ്ങ് എടുത്തു വെച്ചേര്. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. കുറച്ചു ദിവസം കിടക്കേണ്ടി വരുമെന്നാ പറഞ്ഞേ. കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആവുമ്പോ പോവാം. എടാ, ആ പൈസ കൈ കിട്ടിയ ഞാൻ എന്റെ വണ്ടിയുടെ സില്ലീവർ മാറ്റിയാനെ. ചങ്കു നമ്മൾ എന്തിനാണ് ഇന്നീ അടിയന്തര യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന്
എല്ലാവർക്കും അറിയാമല്ലോ. യോഗ എന്തിനായിക്കോട്ടെ ഇതുവരെ പിരിച്ച പൈസ ശരിയാ. ഞാനാണ് ക്ലബിന്റെ പ്രസിഡന്റ്. എന്റെ അധികാരത്തിൽ കൈയെടുത്താൽ ഞാൻ ആരെയും അനുവദിക്കില്ല. പിരിച്ച പൈസ അടിച്ചു മാറ്റലല്ല ആവശ്യമായി പിരിവിന്റെ കണക്ക് വെക്കുന്ന ഒരു ക്ലബിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ആദ്യം നിന്നെ ഞങ്ങൾ പുറത്താക്കും. നമ്മളോട് കൂടിയിരിക്കുന്ന എന്തിനാ? ഈ നവാസിന്റെ പെണ്ണുകാലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാ. എടാ നവാസ് പെണ്ണുണ്ട നിനക്കെന്താ കുഴപ്പം? മര്യാദയുള്ള കാര്യം. ഈ ക്ലബിലെ അംഗങ്ങളായ നവാസും ഹാരിസും ഏകദേശം 8 തവണ പെണ്ണ് കാണാൻ പോയി. എന്നിട്ട് ക്ലബിന്റെ പ്രസിഡന്റായി എന്നോടൊരു വാക്ക് പറഞ്ഞോടാ. പറഞ്ഞില്ലല്ലോ. അതിനാണ് അടിയന്തര കമ്മിറ്റി. ഇങ്ങനെയാണെങ്കിൽ നിന്റെ അടിയന്തരം അധികം താമസിയാതെ ഈ നാട്ടിൽ എടുക്കും. ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അറിയാതെ ഒരു പെണ്ണ് കാണാൻ പോകാൻ പാടുണ്ടോ? അത് പറയാ ഒരു മറ്റേ വർത്തനം പറയരുത്. ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ അകത്ത് കയറ്റരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഞങ്ങളുടെ പേര് പറഞ്ഞ് ക്ലബിൽ വഴക്കുണ്ടാക്കരുത്. എടാ ഇവരെ പെങ്ങന്മാരെ കെട്ടിക്കാൻ എന്റെ പേര് ഇവന്മാരെ പെങ്ങന്മാരെ കെട്ടിക്ക് എന്തിനാണ് കാശ്? എടാ എന്നാ പിന്നെ കാശില്ലാതെ കെട്ടുന്ന ആൾക്കാരെ നീ ഇങ്ങോട്ട് ചെറുക്കന്മാരാ കൊണ്ടന്റ് വരൂട്ടോ. എഴുന്നേറ്റ് വരും. ഇതാണ് ചെറുക്കന്മാർ. ഇവര് തമ്മിലൊരു മാറ്റ കല്യാണം. എന്ത് കല്യാണം? അതായത് നിങ്ങളുടെ രണ്ടാളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിച്ചേക്കാനുള്ള സ്ത്രീധനം അല്ലേ? അതെ അതെ. അപ്പൊ ഹാരിസിന്റെ പെങ്ങൾ നവാസും നവാസിന്റെ പെങ്ങൾ ഹാരിസും നിക്കാഹ് ചെയ്യുന്നു. നിങ്ങൾ പരസ്പരം സ്ത്രീധനം കൊടുക്കുന്നില്ല, വാങ്ങുന്നില്ല. വരട്ടടാ. എന്താണ്ട നീ തൊള്ള കീറുന്നത്? ഇത്രയും കാലം 5 പൈസ വണ്ടിക്കൂലി ഇല്ലാതെ ഞാൻ അവനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയത്. വണ്ടിക്കൂലി പോട്ടെ, ഒരു കാലിസോട, വേറൊരു കാലിസോട എനിക്ക് ഇതുവരെ വാങ്ങി തന്നിക്കണോ? കല്യാണത്തിന് സ്ത്രീധനം കിട്ടുമ്പോഴേ വണ്ടിക്കൂലിയും കാലിസോടിന്റെ പൈസ എടുത്തിട്ട് ബാക്കി തന്നാ മതിന്നാ. എന്നിട്ടിപ്പോ കല്യാണമില്ല, സ്ത്രീധനമില്ല, വണ്ടിക്കൂലി ഇല്ല, കാലിസോട ഇല്ല. ഇന്റെ വണ്ടിന്റെ സില്ലിപ്പുറം പോയി. എന്ത് പണ്ടാറാണ്ടപ്പ അറിയുന്നത്? നവാസും ഹാരിസും മാറ്റ കല്യാണം നടത്താൻ പോവുക. മാറ്റ കല്യാണം ആന്ന്. ഈ നിൽക്കുന്ന ഷാഹിനാന ഹാരിസും ഹാരിസിന്റെ പെങ്ങള് റെജീനാന നവാസും കല്യാണം കഴിക്കാൻ പോവാ. കൊടുക്കിട്ടെ കോഴി കുളക്കോഴി കുന്നിൻ ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ കണിപ്പാങ്കുളങ്ങരെ കടിഞ്ഞൂല് പെറ്റു കന്നി ചെമ്പരത്തി. മിണ്ടാണ്ട് അവിടുന്ന് കഞ്ഞി കുടിച്ചോ. ഒരു പാട്ട് വേണ്ട മോളെ, ഞങ്ങൾക്കറിയാ. ഓ കല്യാണോന്ന് കേട്ടപ്പോ പെണ്ണിന്റെ ഉശിരൊന്ന് കൂടി. ഇനി ഇങ്ങോട്ട് വാ, ഇവിടുന്ന് പച്ചവെള്ളം തരില്ല. എന്റെ റജീന മോളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഇവിടെ വരുമ്പോ ആരാ ഒരു തുള്ളി വെള്ളം തരിക? റജീന പോകുമ്പോ ഓളെക്കാട്ടി നല്ലൊരു കുട്ടി ഇവിടെ വരും. ബഷീറെ, ഈ 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? രാത്രിയായ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താമ്മ പറയുന്നത്? കച്ചവടമ്മ, സ്ഥലക്കച്ചവടം. ഇന്നലെ 40 ലക്ഷത്തിന്റെ കച്ചവടമാണ്, ഇന്ന് 60 ലക്ഷത്തിന്റെ. നാളെ രമ്പെങ്കിലാക്കണം. ലക്ഷത്തിനൊന്നും ഇപ്പൊ ഒരു ബലയില്ലുമ്മ. ഞാനൊക്കെ ഇത്ര ലക്ഷണ്ടാക്കി. ഇക്കാക്കന്റെ മോള് വന്നോ? അന്റെ നാരങ്ങ മുട്ടായി. ഇക്കയ്ക്ക് ചോറ് വേണ്ടേ? മാണ്ടെന്നോ? അതിന് വേണ്ടിട്ടല്ലേ ഞമ്മളിപ്പോ അങ്ങോട്ട് വന്നത്. ഇപ്പൊ എടുക്കാം. നീ ഇപ്പൊ ഭാര്യന്റെ അടുത്ത് പോവാറില്ലേ? ഞാൻ പോവില്ല. ഓള് എന്നെ പിടിച്ചു പോയതല്ലേ. ഓള് പറയും നിക്ക് ഭ്രാന്താന്ന്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടോ? നിനക്ക് ഭ്രാന്തൊന്നുമില്ല. ആരാ പറഞ്ഞതില്ലാന്ന്? അത് നിങ്ങളെ തീരുമാനിച്ചാ മതിയോ? കോശുമ്പിത്തള്ള ഒരുമാതിരി വൃത്തിയുടെ ഭർത്താവിനോട് പറയരുത്, മനസ്സിലായോ? എന്തില്ല പോലും. ഉമ്മ ഞാൻ വരുന്നേ, കഞ്ഞിന്റെ പാത്രം വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. കഴിച്ചു. വല്ലാണ്ട് പൈക്കണ്ടേ?
റജീന, നിനക്ക് ചോറൊക്കെ മര്യാദക്ക് വെച്ചൂടെ? ഇതുമില്ല, പുളിയില്ല. എരിവും പുളിയും ഒക്കെ ഉള്ള കറിയുണ്ട്, അതും കൂട്ടി തിന്നാ മതി. പ്ലേറ്റ് കണ്ടില്ലേ? പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് നേരത്തെ പറയണ്ടേ? പകുതിയോളം ചോറ് ഞാൻ കറി ഇല്ലാണ്ട് തിന്നു. നന്ദിയില്ലാത്ത വർഗങ്ങൾ. ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തലയ്ക്ക് ഭ്രാന്താണ്. ഇപ്പൊ നിങ്ങൾ പറയും എനിക്ക് ഭ്രാന്താണ്. ശരിക്കും പറഞ്ഞ ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇവിടെ ആർക്കും ഭ്രാന്തില്ല. ആരാ പറഞ്ഞത്? കുന്നുമല ഭാസ്കരേട്ടൻ ഭ്രാന്ത് പിടിച്ചല്ലേ മരിച്ചത്. ഇത് നല്ല മനുഷ്യനായിരുന്നു, ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു. നിക്കവിടെ. ആരാ വീട്ടിലെ മൂത്ത ആള്? ഇക്കാക്ക. അതറിയാൻ വേണ്ടി ചോദിച്ചാ. നിക്കവിടെ. ആരാ വീട്ടിലെ മൂത്തെന്ന് പറഞ്ഞു? ഇക്കാക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. ആരല്ലെന്ന് പറഞ്ഞത്? ഈ വീട്ടിലൊരു കാര്യം നടക്കുമ്പോ ആരാ ആദ്യം അറിയണ്ടത്? ഇക്കാക്ക. അല്ലേ? ആണല്ലോ. നിങ്ങൾ രണ്ടാളെ നിക്കാതെ തീരുമാനിച്ച വിവരം എന്നോട് പറഞ്ഞോ? ഇല്ല. എന്തേ? ഇക്കാക്കാനെ കണ്ടില്ല. ഇല്ല, കണ്ടില്ല. കാണാതെ പറയാൻ പറ്റുമോ? ഇല്ല. അതിനെ ഞാനും പറഞ്ഞു. നിക്കവിടെ. എന്തായിക്ക? നവാസും കൂടെ മാറ്റക്കല്യാണം നടത്താന്നും പറഞ്ഞ് നമ്മുടെ റജീനക്ക് മുതലൊന്നും കൊടുക്കാണ്ട് ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഞാൻ സമ്മതിക്കൂല. ഓക്കുള്ള പൊന്നും പണം ഒക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. വേണ്ടേ? വേണം. അതിന് ഇന്റെ അടുത്ത് തരുന്നോ പൈസ? വെറുതെ അല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങളെ തലയ്ക്ക് പിരാന്താണ്. മാ, ഞാൻ പോട്ടെ. ഒരു കച്ചവടം ഉണ്ട്, അത് നടന്ന ഉമ്മാക്കുള്ള മരുന്നും റജീനാന്റെ പൊന്നും ഞാൻ വാങ്ങിക്കോളാം. ഞാൻ ആലോചിച്ചപ്പോ ശരിയാണെന്ന് തോന്നി. നമ്മുടെ കുടുംബത്തെ പറ്റി ഹാരിസിന് എല്ലാം അറിയാം. അത് മാത്രമല്ല, ഈ തീരുമാനം അറിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ മാമാക്ക് ഇപ്പോഴും തൃപ്തിയായിട്ടില്ല. റംലനെ അന്നെ കൊണ്ട് കെട്ടിക്കാനാ മാമാന്റെ ആഗ്രഹം. മാമാന്റെ ഇഷ്ടത്തിന് കെട്ടാനൊന്നും നിന്നെ കിട്ടൂല. റംലയ്ക്ക് ആ പ്രശ്നം വന്നോണ്ടല്ലേ എന്റെ അടുത്ത് കെട്ടാൻ പറയണേ. ഇല്ലെങ്കിൽ പറയോ? ഷുക്കൂറിനോട് അനക്കൊരു വിസന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മാമ. ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു വിസ ഇപ്പൊ എങ്ങനെ ഉണ്ടായത്? മാമ പറഞ്ഞിടത്തും കാര്യമുണ്ട്. ആരിസിന് മൂത്തിന് പിരാന്തല്ലേ. നാളെ അത് നമ്മുടെ കുടുംബത്തിലേക്ക്. ഉമ്മ ഒന്നും മിണ്ടാണ്ടിരി. അസുഖം ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. അത് പടച്ചോന്റെ കയ്യിലെ കാര്യ. നാളെ നമ്മുടെ മാമാക്ക് ഭ്രാന്ത് വന്നാലോ? കൊണ്ടാടാ. അല്ലെങ്കിൽ ഇനി ചത്താ മതി. അവിടെ ഒരു തള്ളേ മക്കളും കൂടെ മാറ്റക്കല്യാണം ഉറപ്പിക്കാൻ പോവാ. അതിനൊക്കെ അന്നെ തന്നെ പറഞ്ഞാ മതി. അന്ന് ഞാൻ പറഞ്ഞതാ ഇവളെ എന്റെ ആങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണ്ടാന്ന്. അതിനെന്താ മനുഷ്യ, ഇവിടെ എല്ലാരും കൂടി വന്ന് അട്ടിപ്പേറ് കിടക്കാന്ന് ഐഷ കരുതൂലേ? എടി, ഇവള് നമ്മളെ കൂടെ തന്നെ ആണെങ്കിൽ നവാസായിട്ട് 4 ദിവസം വീണ്ടും പണ്ട് നിൽക്കുമ്പോ അറിയാതെ തന്നെ ഒരു ഇഷ്ടം തോന്നും. നവാസും താല്പര്യമില്ലെങ്കിൽ വേണ്ട, വേറെ നല്ലൊരാളെ കണ്ടുപിടിച്ച് എന്റെ നിക്കാഹ് നടത്തണം. അനക്ക് വേറെ നിക്കാഹ് നടത്തണമെങ്കിലേ ഈ നാട് വിട്ടു പോണ്ടി വരും. ലക്ഷങ്ങൾ കയ്യിലും വേണം. ഷുക്കൂറിനോട് പറ, അവനും എന്റെ ആങ്ങളെയല്ലേ, എന്റെ കാര്യത്തിൽ അവനും ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്തം? ഓന്റെ ഉത്തരവാദിത്തത്തിന് പറ്റിയ ഒരു അക്ഷരം മുണ്ടിപ്പോയി. ഓന്റെ വലിയ വർത്താനം കേട്ടിട്ടാ ഞമ്മളെ പുര പൊളിച്ചിട്ടത്. പൈസ അയക്കാൻ പറഞ്ഞ ഇന്ന അയക്കാൻ 4 അയക്കാം. ഓനയക്കുമ്പോഴേക്ക് ഞമ്മളൊരു ഇരിക്കാവും. നിങ്ങള് ബേജാറാവേണ്ട മനുഷ്യ, നിക്കാഹ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ല. ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണം. ഇക്കാലത്ത് കല്യാണം മുടക്കലൊക്കെ ഒരു ഫാഷനാണ്. അതിനിപ്പോ എന്താ ഒരു ഐഡിയ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും വേണ്ട. ഇങ്ങള് നവാസിന്റെ മാമയല്ലേ, വാപ്പ ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങളാണ് ഇവിടുത്തെ കാര്യക്കാരൻ. ഇങ്ങള് നേരെ ആരിസിന്റെ വീട്ടിലോട്ട് ചെല്ലും. ഈ കല്യാണം നടക്കൂല, ഞാൻ ഒന്നുകൂടി ആലോചിക്കാനുണ്ടെന്ന് പറ. അപ്പൊ എന്തായാലും ഓരോന്നും അടിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായിട്ട് തന്നെ മുടങ്ങിക്കോളൂ. നേരത്തെ ഉറപ്പിച്ചാലോ?
ഇതെന്താണ്ട കുതിര വണ്ടിയോ? അതൊക്കെ ഞാൻ സ്റ്റൈലാക്കണ. നിങ്ങൾ വന്നോളി. വരി. തലക്കച്ചവടം ലാഭം നട്ടൊക്കെ ഉണ്ടാവും. പാട്ടിട്ടുണ്ടല്ലോ. ാണെങ്കിലും നല്ല ഉണ്ട. ഇതൊക്കെ കാണുണ്ടല്ലോ. അത് മതി. പഠിച്ചോനെ നമ്മള് കണ്ടില്ലായിരുന്നു. അറിയാണ്ട് പറ്റിപ്പോയത്. നവാസിന്റെ അമ്മാനല്ലേ? അതെ. ഇതേതാ ഈ പെരിച്ചായി? ഇത് നമ്മൾ അടുത്തുള്ളതാ. ഓ, അടുത്തുള്ള പെരിച്ചായ. നവാ ആത്തേക്ക് വാ. പടച്ചോൻ കച്ചവടത്തിന് ഇറങ്ങുമ്പോളാ പെരിച്ചായ്ക്കൽ കയറിയിരുന്നു. ആ വാ ഇരിക്കേ. ഞമ്മള് പയം തിന്നാൻ വന്നതല്ല. അയ്യോ, ചോറായിരിക്കും മാണ്ടിയത്. തൽക്കാലം കുറച്ച് കഞ്ഞീന്റെ ഉള്ള എടുത്താലോ? ആരിസ് പുറത്തേക്ക് പോയി. ഉമ്മയും റജീനയും കുളിക്കാൻ പോയതാ. കുളി മനുഷ്യന് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അത് പറ്റൂല. തന്നെ കണ്ടിട്ട് അങ്ങനല്ലല്ലോ തോന്നുന്നത്. കുളി നനയൊക്കെ ഉണ്ടോ? പെട്ട തള്ള സൈക്കൂലട്ടോ. പിന്നെ കല്യാണത്തിനെ കുറിച്ച് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എനിക്കുണ്ട്. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ കൂട്ടും കുടുംബമൊക്കെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ആണ് അല്ലേ? അല്ലേ? ആണ്. അതിനല്ലേ ഞാനും പറഞ്ഞു. ഈ കല്യാണം ഇപ്പൊ നടക്കൂല. ആരിസും ഇല്ല, റജീനയില്ല, ഉമ്മയില്ല. ഓര് വന്നിട്ട് നാളെയോ മറ്റന്നാളോ നടത്താം. അതായത് ഞമ്മക്ക് ഈ കല്യാണത്തിനെ കുറിച്ച് ശരിക്കും ഒന്ന് ആലോചിക്കണോ? വേണ്ടേ? വേണം. അതിനല്ലേ ഞാനും പറഞ്ഞു. എനിക്കും ഒന്ന് ആലോചിക്കണം. കല്യാണം കഴിഞ്ഞ് നമുക്കൊരു മാസം എവിടെങ്കിലും മാറിയിരുന്ന് ആലോചിച്ചാലോ? പോരെ പോരെന്ന് മതി. എനിക്ക് കല്യാണത്തിന് സമ്മതം പറയാൻ ഒന്നുകൂടി ആലോചിക്കണം. അതാ ഞാനും പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതാണോ? സമ്മതാണോന്ന് വെച്ചാ പറയാ. സമ്മതാണോന്ന് ചോദിച്ചാ സമ്മതാണ്. അല്ലാതെ മമ്മതാവൂലല്ലോ. സമ്മതും മമ്മതും തമ്മിൽ എന്താ ബന്ധം? അല്ലേ ഈ സമതും സലാമുകാരായിന്ന് പോയി. നിങ്ങൾക്ക് ഇതിന് സമ്മതല്ലേ? അല്ലേ? ആണ്. പൊന്നും പൈസയൊക്കെ. പൈസക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഒരു 100 പിങ്ങ ഒന്നുമില്ല. അല്ല നമ്മള് ബന്ധുക്കൾ തമ്മില് കടം വാങ്ങുന്നത് ഒരു മോശത്തര. അത് നേരാ. അതെനിക്കറിയാനും. അതുകൊണ്ട് ഇതൊരു കടായിട്ട് കൂട്ടണ്ട, ഒരു ദിവസമായിട്ട് കൂട്ടിയാൽ. ഉമ്മ വന്നല്ലോ. ഇപ്പൊ വന്നിട്ടുള്ളൂ. റജീന ചായ ഒന്നും വേണ്ട. ഇവര് കാരണവന്മാരായിട്ട് കല്യാണം പറഞ്ഞ് ഉറപ്പിക്കാനായിട്ട് വന്ന. ഇപ്പൊ കണക്കിന് ഞമ്മള് രണ്ടാളും കാരണവന്മാരാണല്ലോ. അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഉറപ്പിച്ച്. ഞാൻ അതിനു വേണ്ടി പറഞ്ഞതല്ല. പിന്നെ കാരണൊരു തമാശ സമ്മതിക്കൂല ഞാൻ. റജീന, അന്നവർക്ക് പെരുത്ത് ഇഷ്ടായി. ഞമ്മക്ക് പിന്നെ പണ്ടേ ഇഷ്ടാണല്ലോ. അയലത്തെ സുന്ദരി, അഴകുള്ള കൺമണി, കൽവിലെ റാണിയല്ലേ നീ. ഓ കനവിലെ മോഹമല്ലേ നീ. അയലത്തെ സുന്ദരി, അഴകുള്ള കൺമണി, കൽവിലെ റാണിയല്ലേ നീ. ഓ കനവിലെ മോഹമല്ലേ നീ. എന്റെ പൊന്നു പെണ്ണെ നീ എന്റെ മാത്രമല്ലേ. എന്റെ പൊന്നു പെണ്ണെ നീ എന്റെ മാത്രമല്ലേ. മനസ്സിൽ മധുരം നുകരാൻ വാ, മനസ്സിൽ മധുരം നുകരാൻ വാ. അയലത്തെ സുന്ദരി, അഴകുള്ള കൺമണി, കൽവിലെ റാണിയല്ലേ നീ. ഓ കനവിലെ മോഹമല്ലേ നീ.
ഒപ്പന പാടി നിന്മാരൻ വന്നല്ലോ കരളിന്റെ പൂന്തേനരുവിയിൽ നീരാടാമല്ലോ മുല്ലപ്പൂ വിതറിയ മിത്തകിനാവ് കാണുമ്പോൾ ഇന്നല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം ഇന്നല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം അയലത്തെ സുന്ദരി അഴകുള്ള കൺമണി കൽവിലെ റാണിയല്ലേ നീ ഓഹോ കനവിലെ മോഹമല്ലേ നീ കൊതിച്ചില്ലേ തീമഴയിൽ പാടി നടക്കാൻ നിന്റെ മനസ്സ് കൊതിച്ചില്ലേ ചീലുള്ളൊരു മാരനെ കാണാൻ മനസ്സ് കൊതിച്ചില്ലേ തീമഴയിൽ പാടി നടക്കാൻ നിന്റെ മനസ്സ് കൊതിച്ചില്ലേ ചിരി തൂകും പെണ്ണിനെ കാണാൻ മാരൻ വരണുണ്ട് കൽവിലെ കിസ്സകളൊക്കെ പറയാനായില്ലേ അയലത്തെ സുന്ദരി അഴകുള്ള കൺമണി കൽവിലെ റാണിയല്ലേ നീ ഓഹോ കനവിലെ മോഹമല്ലേ നീ അയലത്തെ സുന്ദരി അഴകുള്ള കൺമണി കൽവിലെ റാണിയല്ലേ നീ ഓഹോ കനവിലെ മോഹമല്ലേ നീ സൈനബ ഇത് കണ്ട ഐശ്വര്യമുള്ള പെൺകുട്ടികള് കുടുംബത്തിൽ വന്നാ ഇങ്ങനെയാ നിങ്ങൾ ഉമ്മയും മോളും ഇങ്ങനെ കിടന്നുറങ്ങി കാലം തീർക്കും എന്തൊക്കെ ആണെങ്കിലും ആ റെജീന ഐശ്വര്യമുള്ള പെൺകുട്ടി തന്നെയാ വെളുപ്പാങ്കാലത്ത് മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ തന്നെ വലിയ ഐശ്വര്യം
അതെ ഭാര്യ ഒന്ന് എഴുന്നേറ്റേ. ഇത്ര രാവിലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കിയോ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ പറയണമെന്ന് വിചാരിക്ക. ഞാൻ ആദ്യമായിട്ടാ ചായയൊക്കെ ഉണ്ടാക്കണേ. മുമ്പ് റെജീന ഉണ്ടായിരുന്നു. ഇനി നീ വേണം ഇതൊക്കെ നോക്കി കണ്ടും ചെയ്യാൻ. ഹാരിസിന് രാവിലെ ചായ വേണോ? എനിക്ക് നിർബന്ധമല്ല, പക്ഷെ ഉമ്മാക്ക് വേണം. രാവിലെ മരുന്ന് കഴിക്കാനുള്ളതാ. ഓ, എന്നാ പിന്നെ ഉമ്മാക്ക് തന്നെ രാവിലെ എഴുന്നേറ്റ് ഉമ്മാക്കുള്ള ചായ ഉണ്ടാക്കി കുടിച്ചാ പോരെ, വെറുതെ മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ. എടി ഉമ്മാക്ക് നല്ല സുഖമല്ല, അറിയില്ലേ നിനക്ക്? നിങ്ങളൊക്കെ പറയുന്ന പോലെ അത്ര വലിയ അസുഖമൊന്നും ഉമ്മാക്കില്ല. ഹാരിസിന് രാവിലെ ചായ വേണോ? ഞാൻ ഉണ്ടാക്കി തരാം. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് എല്ലാരും മുന്നിലും ചായ ചായ എന്ന് വിളിച്ചു നടക്കാനൊന്നും എന്നെ കിട്ടില്ല. മോളെ ഷാഹിന, മോളെ മോളെ ഷാഹിന. എന്താ? എന്റെ മരുന്ന് എവിടെയാ മോളെ? മരുന്ന് എവിടെയാന്നൊന്നും എനിക്കറിയില്ല. ഹാരിസോട് പോയി ചോദിക്കും. അല്ല റെജിന, നീ വന്നപ്പോ തന്നെ എന്റെ വീട്ടിലെല്ലാവരെയും കയ്യിലെടുത്തൂലേ? കയ്യിലെടുത്തതൊന്നുമല്ല, എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഇങ്ങനൊക്കെ തന്നെയാ. ആഹാ, ബഷീർക്ക് എപ്പോഴാ കേറി വരികയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പാതിരാത്രി കേറി വന്നിട്ട് പറയും ചായ ഉണ്ടാക്കാൻ. ചായ കൊടുക്കുമ്പോ പറയും ചായ വേണ്ട, ചോറ് മതിയെന്ന്. പാവം. സത്യത്തിൽ ബഷീർക്കൊക്കെ എന്താ കുഴപ്പം? ഹാരിസ് എന്റെ അടുത്ത് ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ബൈക്കിന്ന് വീണതാ, തല റോഡിലിടിച്ചു. അന്ന് മുതൽ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം വന്നു. ഡോക്ടർ പറഞ്ഞത് മാറുമെന്നാ. അതിന്റെ ഇടയ്ക്കാണെങ്കില് ഇക്കാക്കാന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോവുകയും ചെയ്തു. പിന്നെ അസുഖം മാറിയില്ല, കൂടിയതേ ഉള്ളൂ. അതൊന്നും സാരില്ല, എല്ലാം പടച്ചോന്റെ കയ്യിലല്ലേ, ഒക്കെ ശരിയാവും. എട്ട് 9 10 11 12 13 14 15 16 17. എന്തായാലും മനുഷ്യന്മാരും ഈ വണ്ടി കയറൂല. ഇനി ലോഡ് കയറ്റന്നെ വണ്ടിന്റെ സ്ലീപ്പർ ഇളകിക്കണ്. അതിനെന്താ? അല്ല ഒന്നുമില്ല, ഊരിക്കണ്. ഊരിക്കോട്ടെ, വേറൊന്നും ഉണ്ടാക്കിയാ പോരെ? അതിനൊക്കെ ഒരുപാട് പൈസ ആവും. എടാ അതിനെന്താ, ബാബുന്റെ അടുത്ത് പൈസ വാങ്ങിക്കോ. വാങ്ങും. വാങ്ങ്. ബാബുന്റെ അടുത്ത് കിട്ടിയാ അല്ല എന്താ സ്ലീപ്പർ? ഇപ്പൊ കയറ്റിയ 30 കൊലയടക്കം 646 കിലോ. ബാക്കി പൈസ എത്രയുണ്ട്? 1600. എനിക്ക് കണക്കറിയില്ല എന്ന് വെച്ച് എന്നെ പറ്റിക്കരുത്. പടച്ചോൻ എന്നോട് പൊറുക്കില്ല, പ്രത്യേകിച്ച് എന്റെ പെണ്ണുങ്ങൾ. അല്ലെങ്കിൽ തന്നെ എന്റെ പെണ്ണുങ്ങൾ പോക്കറ്റിൽ നിന്ന് കാശ് ഭരിച്ചു പിടിച്ച് എന്നെ ഒരു ബൈക്ക് ആക്കിയിരിക്കുന്നു. അതെ, വണ്ടിക്കൂലിന്റെ കാര്യത്തിൽ ഞഞ്ഞാ പിഞ്ഞാ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്റെ വണ്ടിയിൽ ഇനി ഒരാളെ വിളിച്ച് കയറ്റാൻ പറ്റൂലാന്ന്. മാത്രല്ല സ്ലീപ്പർ ഊരിക്കണ്, അതും മാറ്റണം. അതല്ലേ കഴിഞ്ഞ ആഴ്ച മാറ്റിയത്. ആരപ്പ അത് മാറ്റിയേ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ഇവൻ ചോറുമായിട്ട് ഇവിടെ വന്നിരിക്കണ്ടെന്ന്. ഇതെന്താ പുതിയൊരു ശീലം? ചോറോ? സമയത്ത് ഭക്ഷണം കഴിക്കണം, അറിയോ? എന്നിട്ട് ഇത്രയും കാലം സമയം നോക്കാതെ എന്റെ ചെലവിലല്ലേ തിന്നിരുന്നേ? ഞാൻ പറഞ്ഞല്ല, എന്റെ ഭാര്യ പറഞ്ഞ. അവൾക്ക് എന്റെ കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. ഇത്രയും കാലം അവളെ എന്റെ പെങ്ങളായിരുന്നു. എനിക്കിതുവരെ ഒരു നേരത്തെ ചോറ് പൊതുകെട്ടി തന്നിട്ടില്ല. അതൊക്കെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം. നല്ല ഭാര്യ ഭർത്തൃ ബന്ധം. അതെ, എനിക്കും ഉണ്ടൊരു ഭാര്യ. രാവിലെ ചായ വരെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നീ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ കുറച്ച് കൊഞ്ചിച്ചട്ടൊക്കെ അവളെ വളർത്തിയത്. അത് മാത്രമല്ല, നിന്റെ വീട്ടിലെ പോലെ അത്ര പട്ടിണി പഞ്ഞത്തരൊന്നും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. പട്ടിണിയാണെങ്കിലും എന്റെ ഉമ്മ ഞങ്ങളെ അന്തസ്സോടെ പെരുമാറാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിനക്കും മനസ്സിലായി കാണും. നവാസേ, നാളെ രാവിലെ തേങ്ങാ വണ്ടി വരും. ലോഡിംഗ് വരെ ഏർപ്പാടാക്കണം. ശരി. ആകെ മൂട് പോയി. പിന്നെ സില്ലീപ്പറിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണം. സില്ലീപ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ഇളയപ്പാന്റെ പീടികയിൽ ഒരു സില്ലീപ്പർ ഉണ്ട്. അത് വേണം കേട്ടോ, അത് വേണേ. എനിക്ക് വേണ്ട. ഞാൻ റെജീന ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മയിലാണ് വന്നത്. പിന്നെ ഓർത്ത് കല്യാണം കഴിച്ചു കൊടുത്ത് പൊരയിലാണ്. നിക്ക് കുറച്ച് ചോറ് വേണോ?
അല്ലാണ്ട് വിശക്കുണ്ടേ? ചോറില്ല, കഴിഞ്ഞു. ചോറ് അവിടെ കലത്തിലുണ്ടല്ലോ മോളെ. ഹാരിസ് ഇപ്പം വരും. എനിക്ക് ഹാരിസിനുള്ള ചോറ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ചോറ് അധികം വെക്കണമെന്ന്. എന്തിനാ? ഇയാൾ എപ്പോഴാ വരികയെന്ന് ആർക്കറിയാം? ചോറ് വെച്ച് കാത്തിരിക്കാനെന്ന് എന്നെ കൊണ്ട് വയ്യ. എന്തായാലും കലത്തിലെ ചോറ് ബഷീറിന് വിളമ്പി കൊടുക്ക്. ഹാരിസിനില്ലേലും കുഴപ്പമില്ല. ഉമ്മ തന്നെ കൊടുക്ക. എനിക്ക് ഇയാളെ പേടിയാ. എന്നെ എന്തെങ്കിലും ചെയ്താലോ? ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ ചോറെടുത്തിട്ട് വരാം. വേണ്ടുമ്മ, നിക്ക് ചോറ് വേണ്ടിട്ടൊന്നല്ല, ഞാൻ വെറുതെ ചോദിച്ചൊന്നുള്ളൂ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു കച്ചവടം ഉറപ്പിക്കല്ലേ? ഞാൻ കുറച്ചേരായി. ചോറുണ്ടോ? ഞാൻ നേരത്തെ ഉണ്ടതാ. പോട്ടെ, സമയമില്ല, ഒരു കച്ചവടം ഉണ്ട്. എന്തു പറ്റി? എന്താന്നാ ചോദിച്ചേ? ആരിസേ, അന്നെ പോലെ തന്നെ എന്റെ മകനാ ബഷീർ. ഓരിപ്പൊ ഒരു പൊട്ടനായത്. അതിനു മുമ്പ് ഓൻ അധ്വാനിച്ച ചോറ് തിന്നിട്ടാ നിങ്ങളൊക്കെ ഇത്ര വലുപ്പം വെച്ച്. അതിന് മാത്രം എന്താ അപ്പൊ അവിടെ ഉണ്ടായത്? ഞാൻ പറയാ, ഞാനാണല്ലോ കുറ്റക്കാരി. അയാൾ വന്ന് ചോറ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോറ് കുറവാന്ന്. കണക്കാക്കിയിട്ടുള്ള ചോറ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ ഉമ്മാനോട് പറഞ്ഞതാ കലത്തിന്നെടുത്ത് വിളമ്പി കൊടുക്കാൻ. നിനക്ക് വിളമ്പി കൊടുത്താൽ എന്താ? എനിക്ക് അയാൾ പേടിയാ. പിന്നെന്താ, പ്രാന്തുള്ള മനുഷ്യന്മാരെയൊക്കെ തലയിലേച്ചിക്കൊണ്ട് നടക്കണോ? അയാൾക്ക് എന്തായാലും പണിയെടുത്ത് തിന്നാനുള്ള നല്ല ആരോഗ്യമുണ്ട്. അയാളല്ല, ഇക്കാക്ക, എന്റെ ജ്യേഷ്ഠനത്. ഷഹന, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്, അത് മറക്കരുത്. അത് തന്നെയാ ഞാനും പറയണത്. കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് വീട്ടുകാരൊക്കെ കാര്യം നോക്കണമെന്ന് പറയണതേ പഴയ ഏർപ്പാടാ. ഇപ്പൊ അതിനൊന്നും ആരെയും കിട്ടില്ല. ഒരമ്മായിയമ്മ പോരെ. നമ്മുടെ ക്ലബിന്റെ അടിയന്തര കമ്മിറ്റി കൂടും പോലെയല്ല ജീവിതത്തിന്റെ കാര്യം. കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമൊക്കെ ആവുമ്പോഴേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഷാഹിനും ഉമ്മാനോടൊക്കെ അത്ര മോശമായി പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും വളർന്നത് രണ്ട് വീടുകളിൽ, രണ്ട് സാഹചര്യങ്ങളിലാണ്. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒരുപക്ഷെ അവൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കാം. നിനക്കും അവളെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഭാര്യയും ഭർത്താവൊക്കെ ആവുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ജീവിക്കണം. അപ്പോഴേ നല്ല കുടുംബം ഉണ്ടാവുള്ളൂ. ഓള് വല്ലാതെ ഇടങ്ങാറാക്കണെങ്കിൽ ഓടെ ചെവിക്കല് നോക്കി നാളെ കൊടുത്താ മതി. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ തമാശ പറഞ്ഞല്ല. പണ്ട് എന്റെ ഇളയപ്പാന്റെ മൂത്ത മരുവൻ പോരേ വന്ന് അലമ്പുണ്ടാക്കിയപ്പോ ഇന്റെ ഇളയപ്പ അങ്ങോട്ട് ചെന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അതോടുകൂടി ഓന്റെ എല്ലാ സുഖേടും മാറി. ബാബു നല്ല സൂപ്പർ അളാപ്പേട്ടോ. അല്ല, വേറെ ഇളപ്പുണ്ട്. അല്ല, അത് വേണ്ട, അത് വേണ്ട. സൂപ്പറാണ്. വേണ്ടെങ്കിൽ വേണ്ട. എന്നാ ഞാൻ പോട്ടെ. ആരിസേ, അച്ചോട്ടാ, എന്നാ വൈകിട്ട് കാണാം. നിന്റെ അങ്ങാടിയിലൊക്കെ തിരക്കി കണ്ടില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നിനക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അങ്ങാടിയിലല്ല പറയണ്ടേ. എന്റെ പെങ്ങളെ പറ്റിയുള്ള പരാതി എന്നോട് പറഞ്ഞാ പോരെ. നിന്റെ പെങ്ങള് മാത്രല്ല, എന്റെ ഭാര്യയും കൂടിയല്ലേ. അതും പറഞ്ഞ് അവളുടെ കുറ്റം എല്ലാരോടും പറയാന്നാണോ? നവാസ, ഞാൻ കുറ്റം പറഞ്ഞതല്ല. എനിക്കൊരു സങ്കടം വന്നപ്പം പറഞ്ഞു പോയിന്നുള്ളൂ. ഇത്രയും കാലം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടുന്നവരാണല്ലോ അവര്. ഇനി അങ്ങനെയല്ല, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം. അതെനിക്ക് മനസ്സിലായില്ല. ഇനി മുതൽ അങ്ങനെ ആവും. എന്റെ സുക്കൂർ സുന്ദരന് അവനൊരു വല്ലാത്ത സംഭവമാ. എന്റെ ശുക്കൂർ സുന്ദരന് അവനൊരു വല്ലാത്ത സംഭവമാ. കണ്ണാടി ചെല്ലുപോലെ എന്റെ ശുക്കൂർ സുന്ദരനാ. വെള്ളം ചോറാക്കണം. ചിക്കൻ എങ്ങനെയാണ് മനുഷ്യ ചോറാകണത്? ചോറല്ല പെണ്ണെ, ജോറ്. ശുക്കൂർ ഇപ്പൊ അങ്ങോട്ട് എത്തും. ഓന്റെ ഇഷ്ടങ്ങൾ എന്താന്നൊക്കെ ആർക്കറിയാം. ദുബായിൽ ഓനിക്ക് AC കാറ്, AC റൂം. ഇവിടെ ഓനിക്ക് AC ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂ. അതാ എന്റെ ടെൻഷൻ. ആദ്യം പൊരപണി,
അത് കഴിഞ്ഞിട്ട് വേണം ഓന്റെ നിക്കാഹ് നടത്താൻ. എന്റെ റബ്ബേ, ശുക്കൂർ വന്നെന്നാ തോന്നണത്. ഓന്റെ വണ്ടിയായിരിക്കും. വാ മക്കളെ വാ. ബായ് ബായ്. ഇന്റെ ശുക്കൂറെ, ഈ മലയാളമൊക്കെ മറന്നോ? ഈ ഓട്ടോറിക്ഷയിലാ വന്നത്. അത് സാരല്ലമ്മ, നമ്മൾ എത്ര വളർന്നാലും വലുതായാലും പഴയ സ്നേഹവും ബന്ധുവൊന്നും മറക്കാൻ പാടില്ല. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, കോയി മിൽഗയ. കോഴിയൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് മോനെ. അച്ഛാ, അച്ഛനല്ല മോനെ, ബാപ്പ. ഗൾഫിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഉമ്മരെ, ആ പെട്ടി എടുത്തേ. ബിസ്ക്കറ്റ് ആയിരിക്കും. ഓന് പണ്ടേ ബിസ്ക്കറ്റ് ഇഷ്ടാണല്ല. അതല്ല. എന്നാ ഞാൻ പോട്ടെ. വണ്ടിക്കൂലി കായ പിന്നെ പോലെ. എന്റെ ആ പഴയ സ്നേഹവും എന്തോ കണ്ടപ്പോ തന്നെ അതെ, എന്റെ കയ്യിൽ ഇന്ത്യൻ കറൻസി ഇല്ല, അതുകൊണ്ടാ. അതവന് മനസ്സിലായില്ലെന്നേ. സംസ്കാരമില്ലാത്ത മോളെ, തിന്നാനെടുത്ത് വെക്ക്. എന്നായിക്കോട്ടെ. നല്ല എരി. അയ്യോ പാവം. ഇത്ര പടം തീർന്നു. സ്പൂണില്ലാത്ത നന്നായി. നിങ്ങൾക്ക് ആർക്കും വിശപ്പില്ലെങ്കിൽ കഴിക്കണമെന്നില്ല. 2 നേരമായിട്ട് ഞാൻ തന്നെ തിന്നോളാം. ഇതെപ്പോഴാ ബാക്കിയൊന്നും. ഇതാണ് നവാസിന്റെ ഭാര്യ. ജയ് ഹോ. വെള്ളം കുടിക്കുമോനെ. വെള്ളം കുടിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോണേ. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി ഒരു 1.5 മണിക്കൂറത്തേക്ക് എനിക്ക് ഒന്നും പോകൂല. അതുവരെ ഞാൻ മയങ്ങട്ടെ. പഴയ മരുന്ന് തിന്നാൻ പറ്റുന്നില്ല. ഒരു കഷ്ണം കോഴിക്കാലും കൂടി ബാക്കി വെക്കാതെ മുഴുവൻ തിന്നളിഞ്ഞ്. ഗൾഫിലൊക്കെ അങ്ങനെ ആവും. ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കാണും. പാവം. ബാ ഇങ്ങോട്ട് പോ. അത് പറ്റൂല. ഓനുറങ്ങിയാലേ ഇന്ന് രാത്രി എനിക്ക് ഉറക്കുണ്ടാവൂല. ഈ ഇങ്ങോട്ട് വന്നാ. ശുക്കൂർ മോനെ, ശുക്കൂറേ, ശുക്കൂർ മോനെ. ആ മോനെ, എന്റെ ബാപ്പാണ്. ആരാണ് കുലുകുലിക്ക് വിളിച്ചത്? ഞമ്മളാണ് മോനെ കുലുകുലിക്ക് വിളിച്ചത്. ആര് കുലുകുലിക്കാൻ പ്രശ്നമല്ല. എനിക്കൊന്നേ പറയാനോ. ഈ എന്തൊക്കെയാ നീ പറയണത്? ഈ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഇത് ഏത് ഗൾഫിലായിരുന്നു? ഗൾഫേ. ഉമ്മ ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ധാരാവി എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഏറ്റവും വലിയ രാജ്യമാണ് മഹാരാജ്യം. ഉമ്മാക്കറിയോ, ദുബായിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നപ്പോ അവിടുത്തെ പോലീസുകാർ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ദുബായിക്ക് പോണെങ്കിൽ വിസ വേണമെന്നേ. നേരാണമ്മ.
പോലീസല്ലേ പറഞ്ഞത്, അപ്പൊ നേരായിരിക്കും. അത് അന്ന് എനിക്ക് തോന്നി. വിസ തരാമെന്നും പറഞ്ഞ് എന്റെ അടുത്ത് പണം മേടിച്ചു പോയ ആളെ ഞാൻ അന്വേഷിച്ചു ചെന്നപ്പോ ഞാൻ അറിഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ വിസയുടെ ബഹറിന് പോയെന്ന്. എല്ലാം ഒരു മായാചാരം. ജയ് ഹോ. എല്ലാം തകർന്നല്ലോ. എന്റെ ഭർത്താനം കേട്ട് ഞമ്മക്കുണ്ടായിരുന്ന പോരി പൊളിച്ചു. റംലാന്റെ കല്യാണം നടത്തണം, ആകെ കടത്തില്ല. ഇന്നടക്ക് നെയ്ച്ചോറ് കോഴിക്കറി ഉണ്ടാക്കിയ ഭാഗ്യം ആരുടെ കടുവായി. എത്ര നാളാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ കിടക്കുക. ഇറക്കി വിടുന്നത് വരെ നമ്മളവിടെ കിടക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ധാരാവിക്ക് പോവും. മേരാ ബാപ്പ് ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അന്റെ ഒരു ധാരാവി, ഞാനാകെ കോട്ടാവിയായി. എന്റെ പൊന്നു മോനെ, നീ ബോംബെലാന്ന് ആരോടും പറയണ്ട. ദുബായിക്കാന്നു പറഞ്ഞൊരു പെണ്ണ് കേട്ട 5-6 ലക്ഷം രൂപ സ്ത്രീധനായിട്ട് എന്തായാലും കിട്ടും. അതെ, ഈ സ്ത്രീധനം എന്നുള്ള സാധനം കണ്ടുപിടിച്ചില്ലെങ്കിലേ നമ്മളൊക്കെ നാണം കിട്ടും. പോന്നെ കൺട്രോള് പോയിരിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞപ്പോ ഞാൻ മുണ്ടൂല. പറഞ്ഞു തോലക്ക്. അതെ, എനിക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ടേ റംലാനെ കെട്ടിച്ചുവിടാനാ പ്ലാനെങ്കിൽ അത് നടക്കൂല. എന്നാ ഞാൻ ഉറങ്ങട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ഏകദേശം ഒരു 1000-ഓളം അടിയന്തര കമ്മിറ്റികൾ കൂടി കഴിഞ്ഞു. 1000 ഇന്നെന്തിനാണ് ഈ അടിയന്തര കമ്മിറ്റി കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കറിയാം? എനിക്കറിയാം. അതായത് മാതൃകാപരമായ തീരുമാനത്തിലൂടെ സ്ത്രീധനരഹിതമായി കല്യാണം കഴിച്ച ഹാരിസിനും നവാസിനും നമ്മുടെ ക്ലബിന്റെ വക ഒരു അടിപൊളി സൽക്കാരം നമ്മൾ കൊടുക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും ക്ലബിലേക്ക് ഉദാരമായ സംഭാവന നൽകണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അത് പറ്റില്ല, വീട്ടിൽ നടത്തിയാ. അതെ, ഈ സൽക്കാരത്തിന് എന്ത് ചെയ്യാലോ വരും. ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 5000 അതിന് മാത്രം എന്താ കൊടുക്കുന്നത്? പിന്നെ കൊടുക്കുമ്പോ മാന്യമായിട്ട് കൊടുക്കണ്ടേ? ഒരു ചായ, ഒരു ലഡു, അത് കുറയാൻ പാടില്ല. പാമ്പുഷക്കൂറ് എടാ, നീ വന്നത് ഞാൻ അറിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാതിരിക്കുന്നു. അതിനു മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? അതാണ് പഴയ സ്നേഹവും ബന്ധം. പഴയ സ്നേഹബന്ധം പറഞ്ഞ് എനിക്ക് എന്റെ വണ്ടിക്കൂലി കിട്ടിയിട്ടില്ല. ഓ, തരാ മതി. എന്റെ കയ്യിൽ ദിനാറും റിയാലും മാത്രമേ ഉള്ളൂ. ഒരു 100 റിയാൽ നിൽക്കാൻ തരട്ടെ. വേണ്ട, പിന്നെ തന്നാ മതി. അതെ, നീ പോയിട്ട് ഒരു വിവരം ഉണ്ടായില്ല. സത്യത്തിൽ ദുബായിൽ നീ എവിടെയായിരുന്നു? എടാ, ദുബായ് അങ്ങാടി തന്നെ. ദുബായ് എന്ത് വെറുതെ? വെറുതെ ദുബായിക്കോട് കാര്യമില്ലെന്ന്. വെറുതെ എടാ, എനിക്ക് ബിസിനസ് അല്ലായിരുന്നു. ദുബായ് ടു മുംബൈ, മുംബൈ ടു ദുബായ്. അതാണ് നിന്റെ ബിസിനസ്. അതായത് മുകേഷ് ഏട്ടനും അനിലേട്ടനും. അതാരാ? എടാ, അനിൽ അംബാനിയും മുകേഷ് അംബാനിയും കേട്ടിട്ടില്ലേ? മാത്രമല്ല, ഞാൻ കേരളത്തിൽ വന്നിറങ്ങിയ ഉടനെ ലാലേട്ടൻ എന്നെ വിളിച്ചു. ഏത് ലാലേട്ടൻ? സാക്ഷാൽ മോഹൻലാൽ. ഐഡിയ മൊബൈൽ ഉപയോഗിക്കണം, പുതിയ ഓഫറുണ്ട്, FM റേഡിയോ കേൾക്കാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞു. ദിവസവും വിളിക്കാറുണ്ട്. നല്ല മനുഷ്യനാണ്. നമ്മളൊക്കെ നന്നായി കാണുന്നത് ഭയങ്കര ആഗ്രഹം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതെ, എനിക്ക് 2 കോടി റുപ്പീസിൽ താഴെ ബാങ്ക് ബാലൻസ്. അതുകൊണ്ട് എനിക്ക് ചേർന്ന ഒരു പെണ്ണിനെ കണ്ടെത്തി തരികയാണെങ്കിൽ 1 ലക്ഷം രൂപയും ഒരു വിസയും തരാം. എന്നാ ഞാൻ നടക്കട്ടെ. വാലെ തൂങ്ങി. എടാ, നമ്മുടെ സുക്കൂർ നമ്മൾ കാണുന്ന പോലെ കേട്ടാ, അവൻ തെളിഞ്ഞു പോയില്ലേ? ശരിയാ. ഏതായാലും അവനെ കൊണ്ട് നമ്മുടെ ക്ലബിൽ ഒരു മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് എനിക്കിനി വിശ്രമം കൊണ്ട് അവൻ പറഞ്ഞ പോലെ ജയ് ഹോ. എനിക്ക് കഴിക്കാനൊന്നുമില്ലേ? മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? എന്നോട് പറയണ്ടേ? ആരും വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് തിന്നാലോ അല്ലേ? റജീന, ഇത്ര ദിവസമായിട്ടും അനക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? ഇവരൊക്കെ എന്റെ കൂട്ടും കുടുംബമാ.
എല്ലാവരുടെ കാര്യവും നോക്കണം. പിന്നെ ഷാഹിനെ വിളിച്ചിരുന്നു. അന്റെ വീട്ടില് എന്റെ മോക്ക് വലിയ സുഖമൊന്നുമില്ലെന്നാ കേട്ടത്. ആ തള്ളേനോട് പറഞ്ഞേക്ക് മര്യാദയ്ക്ക് നടക്കാൻ. അല്ലെങ്കിലേ ആർക്കും ഇവിടെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. മാറ്റക്കല്യാണം കേട്ടപ്പോഴേ നിന്റെ വീട്ടുകാർ ചാടിക്കേറി കല്യാണം നടത്തി എന്തിനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പഞ്ഞോ പട്ടണി പൊട്ടത്തറുള്ള വീട്ടിൽ നിന്നും ആരും പെണ്ണു കിട്ടൂല. ഇവിടുത്തെ ഷാഹിനയ്ക്ക് അന്റെ ആങ്ങളേനെക്കാട്ടിലും നല്ല ചെറുക്കനെ കിട്ടായിരുന്നു. ലക്ഷങ്ങൾ ശ്രീധരം കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയും. പിന്നെ എന്റെ മുറച്ചെറുക്കണ നവാസ്ക എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട. പാത്രം ഞാൻ കഴുകണോ? വേണ്ട. അവസാനം ഞാൻ പാത്രം കഴുകില്ല എന്നുള്ള കുറ്റം പറഞ്ഞ് നടക്കരുത്. ഉമ്മ ആരുടെയും കുറ്റങ്ങളൊന്നും പറയണില്ല മോളെ. ഈ ഉമ്മക്ക് തന്നെ എന്തോരം കുറ്റങ്ങളാ. ഹലോ ഉമ്മച്ചിയാ, എങ്ങനെയുണ്ട് ഷുക്കൂർഖാന്റെ പെണ്ണ്? വലിയ പൈസക്കാരാണോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. അതിലും നല്ല പെണ്ണിന് നമുക്ക് വേറെ കിട്ടൂലോ. ഷുക്കൂർഖാന്റെ കയ്യില് ഇഷ്ടം പോലെ പൈസയില്ലേ. പിന്നെന്താ? ആ ശരി ശരി, വീട്ടിലെത്തുമ്പോ വിളിക്ക. ഹാരിസിന്റെ തുണി ഉണ്ടെങ്കിൽ അവിടെ ഇട്ടേക്ക്, ഞാൻ അലക്കിക്കോളാം. ഉമ്മയ്ക്ക് അങ്ങനെ വേർതിരിച്ച് അലക്കാൻ പറ്റുമോ? അലക്കാനുള്ളത് അലക്കുക, അതാരുടെയും നോക്കിയിട്ടല്ല. ഇല്ലേ നവാസേ, റജീന, എന്താ പറ്റി? സുഖല്ലേ? അതെ സുഖ. കൊറേ നാളായി എന്നെ കാണണോ വിചാരിച്ചിട്ട്. കച്ചവടത്തിന്റെ തിരക്കാണേ. ഏടെല്ലാരും? നവാസക്ക ലോഡും കൊണ്ട് പോയി. ഉമ്മയും മാമയൊക്കെ ഷുക്കൂർക്കായ്ക്ക് പെണ്ണ് കാണാൻ പോയിരിക്കുക. ഞാൻ പോവുക. ഒരു 16 ലക്ഷം ഉറുപ്പിക ഇടുന്നെങ്കിലും തിരിക്കണം. 2 ദിവസത്തിന് മതി. പോട്ടെ ഇക്കാക്ക, ഇത്തിരി ചോറിണ്ടിട്ട് പോവാ. വേണ്ട മോളെ, വിശപ്പില്ല. ഇക്കാക്ക ആദ്യമായിട്ടല്ലേ എന്റെ വീട്ടിൽ വരുന്നേ. ഒരു ഗ്ലാസ് പച്ചവെള്ളം കാട്ടി. അത് വേണ്ട. ഇക്കാക്ക ചോറുണ്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ ഇക്കാക്കാനോട് മിണ്ടൂല. ആ എന്നാ ശരി, ചോറെടുക്ക്. വിശക്കുണ്ടേ, കേൾക്കപ്പെട്ടിരിക്ക. പൂവാലി പൂവാലി രംഗത്ത് കൂടെ. ഷുക്കൂറിന്റെ പെണ്ണ് കാണാൻ പോണ ഞമ്മളെ വേണം ചവിട്ട. ഓന്റെ ഒരു നീല തൊപ്പി കൂളിംഗ് ഗ്ലാസ്. ഇക്കാക്ക വെറുതെ വന്നതാ. ഞാനാ പറഞ്ഞ് ചോറിണ്ടിട്ട് പോകാന്ന്. ഞങ്ങൾ ആരും ഇല്ലാത്ത നേരത്ത് അന്നോട് ആരാ ഇവന്റെ വീട്ടിൽ കയറ്റാൻ പറഞ്ഞു? ആര് പറഞ്ഞിട്ടല്ല, ഇതെന്റെ ആങ്ങളെയാ. ഒരു നേരത്തെ ചോറ് കൊടുക്കുന്നത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതല്ലേ.
എന്നോട് തർക്കുത്തരം പറയുന്നോടി. എന്നാടി എനിക്ക് ഭർത്താവ് ഉണ്ടായത്? പറയടി. അത് നാ പറഞ്ഞുപോയി. അല്ലാതെ ചോദിച്ചത്. പറയടി, പറയാൻ. കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ്ടാ? കോളേജ് പട്ടിലാണെങ്കിലേ എവിടെങ്കിലും പോയിട്ട് തെണ്ടി തിന്നോളണം. ഇവിടെ വന്ന് കട്ട് തിന്നാൻ നിൽക്കരുത്. അല്ലെങ്കിൽ കട്ട് തിന്ന് നല്ല പരിചയമാണല്ലോ. മുട്ടേന്ന് വിരുന്നതിന് മുമ്പ് വല്ലോന്റെയും കട കുത്തി തുറന്ന് മിഠായി കട്ടോനായിവൻ. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, തല്ലിക്കൊന്നോ, എന്നാലും കുഴപ്പമില്ല. ഇതെന്റെ പെങ്ങളാ. അവളെ മേത്ത് തൊട്ടിട്ടുണ്ടെങ്കിലേ ആരാന്നൊന്നും ഞാൻ നോക്കൂല. മയ്യത്ത് ഞാൻ എടുക്കും. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? വാ, എണീക്ക് എണീക്ക്. മോളെ കേട്ട പോവാട്ടോ, ഒരു കച്ചവടണ്ടേ. കേറ്. നവാസേ, നവാസേ. ആ വാ, കേറി വാ. ആരാ എന്റെ ഇക്കാനെ തല്ലിയത്? നീ കേറിയിരിക്കേ, ഞാൻ പറയാം. ആരും തല്ലിയതൊന്നുമല്ല, അറിയാതെ സംഭവിച്ച. ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. നീ ഇരിക്കെ. ഇക്കാന്റെ നെറ്റി പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇക്കാക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന്. എന്നിട്ടും മാമായ്ക്കൊരു അബദ്ധം പറ്റിയതാ, നീ ക്ഷമിക്കേ. അല്ല, ഞാൻ എന്റെ വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. നവാസേ, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. ഇവന്റെ ഒക്കെ അത്ര വലിയ പൊട്ടനൊന്നുമല്ല. അവന്റെ ഉമ്മാനോട് എന്താ പറഞ്ഞതെന്നറിയോ? ഓന്റെ പെങ്ങളെ തൊട്ടാ മയ്യത്താക്കൂന്ന. ഓളൊരു തെറ്റ് ചെയ്ത പറഞ്ഞു മനസ്സിലാക്കാനുള്ള അവകാശം എന്റെ ഉമ്മാക്കില്ലേ? ഓൾ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ പറയണത്? എന്റെ ഇക്കാക്ക് ഒരു നേരം ചോറ് കൊടുത്തതോ? അത് വലിയൊരു തെറ്റാണെങ്കിലേ അതിന്റെ പൈസ അങ്ങോട്ട് തരാം. ഹാരിസേ, സൂക്ഷിച്ച് സംസാരിക്കണം. തിന്ന ചോറിന്റെ കണക്ക് പറഞ്ഞ ഇയാൾ എന്റെ ഇക്കാനോട് ചെയ്തത്ര വൃത്തികേടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇതങ്ങനെ കണ്ട തെണ്ടികൾക്ക് വലിഞ്ഞു കയറി ചോറും നല്ല സ്ഥലമല്ല. ഇത് ഞങ്ങളെ കുടുംബ. അന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ, പൊട്ടന്മാരും കള്ളന്മാരുള്ള വീട്ടിൽ നിന്ന് ബന്ധം വേണ്ട. തന്റെ എന്ത് കോപ്പാണോ ഞങ്ങൾ കണ്ടത്? ഈ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. അന്റെ കുടുംബത്തെ പറ്റി ഈ നാട്ടുകാർക്കൊക്കെ നല്ലോണം അറിയാം. അന്റെ ബാപ്പ എന്റെ തള്ളാനിട്ടിട്ട് പോയത് വെറുതെ ഒന്നല്ല. പറയാൻ പറ്റാത്ത കുറെ ചരിത്രമുണ്ട്. ചിന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാണല്ലോ, ഇയാളെ തലമുണ്ട ഞാൻ അടിച്ചു കൊടുക്കും. നവാസേ. അതെ, നവാസ് തന്നെയാ. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. നിന്റെ ഇക്കാരെ തല്ലപ്പോ നിനക്ക് നൊന്തില്ലേ? അതുപോലെ തന്നെ എനിക്കും. ഇതെന്റെ മാമയാ. നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഈ മുറ്റത്ത് കയറി അനാവശ്യം കാണിച്ചാ ഞാൻ സഹിക്കൂല. നിക്കവിടെ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ദേ, പെങ്ങളെയും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കോ. തൽക്കാലം ഇവിടുത്തെ പൊറുതിയൊക്കെ മതി.
മനസ്സിൽ തേങ്ങലായി തിരിയാന നേരമായി നിഴലായി വന്നു നീയും കണ്ണീരിൽ നനഞ്ഞു പോയി ഉലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും ഒലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും മനസ്സിൽ തേങ്ങലായി തിരിയാനായി നേരമായി കൂടൊഴിഞ്ഞ കിളിയാ ഇതൾ പൊഴിഞ്ഞ പൂവാ കൂടൊഴിഞ്ഞ കിളിയാ ഇതൾ പൊഴിഞ്ഞ പൂവാ അറിഞ്ഞു ഞാൻ പറന്നു പോയി പറന്നു ഞാനകന്നു ഒലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും ഒലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും മനസ്സിൽ തേങ്ങലായി തിരിയാനായി നേരമായി കവിഞ്ഞൊഴുകും പുഴയാ അലിഞ്ഞു തീരും മഞ്ഞ കവിഞ്ഞൊഴുകും പുഴയാ അലിഞ്ഞു തീരും മഞ്ഞ ഇരുണ്ടു കൂടും മേഘം പെയ്തൊഴിഞ്ഞ മഴയാ ഒലിഞ്ഞു പോയി സ്വപ്നം മറഞ്ഞു പോയി നിലാവും ആ ആയിഷ അങ്ങോട്ട് മാറി നിന്നാ മതി പണിയൊക്കെ നമ്മൾ എടുത്തോളാം അടങ്ങിയിരിക്കാൻ പറഞ്ഞ ആയിഷ കേൾക്കുകയില്ല ഞങ്ങളില്ല ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ റംലക്ക് സുഖമില്ലാത്തോണ്ടാ അല്ലെങ്കിൽ ഓള് മതി ഈ വീട്ടിലെ പണിയൊക്കെ നോക്കാൻ ആ രജീനാനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് നന്നായി ഇല്ലെങ്കിൽ ഓളി കുടുംബം മുടിച്ചേനെ ആരിസിന്റെ കുടുംബക്കാരെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കില്ല ഞമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ആ വീട്ടുകാരായിട്ടുള്ള ബന്ധം ഞമ്മക്ക് ശരിയാവൂല ഒന്നാമത് തന്ത ഇട്ടിട്ട് പോയ കുടുംബം മക്കളൊക്കെ തോന്നിയ മാതിരിക്കാ വളർന്നത് ഇവിടുത്തെ ബാപ്പ മരിച്ചു പോയെങ്കിലും മൊയ്തിക്കില്ലേ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ആരാ ഉള്ളത് ആ പ്രാന്തം ബഷീറ ഓന്റെ പ്രാന്തി ചിലപ്പോ പാരമ്പര്യവും രചയിതാക്ക് ഉണ്ടാകുന്ന കുട്ടിക്കും പ്രാന്തണ്ടാവും ഈ കുടുംബത്തിൽ ഒരു പ്രാന്തുള്ള കുട്ടി ജനിച്ച എന്താ അവസ്ഥ അങ്ങനെയൊന്നും വരുത്തല്ലേ അതാ ഞാൻ പറഞ്ഞത് ഈ ബന്ധം വേണ്ടാന്ന് ഞമ്മക്ക് റൈനാനും മൊയ്യല്ലാന്ന് എന്നിട്ട് എന്റെ മോള് റംലാന്
നവാസിനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കാം. അപ്പൊ ഷാഹിനന്റെ കാര്യോ? ഷാഹിനാനെ ആരീസ് മൊഴിയോ അല്ലാണ് ചൊല്ലിക്കോട്ടെ. ശുക്കൂറോളെ കെട്ടും, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഞമ്മളോളെ കെട്ടിക്കുകയും ചെയ്യും. എന്തേ ശുക്കൂർ ദുബായി പോകുമ്പോ നവാസിന് കൂട്ടിയിട്ടല്ലേ പോണത്. ഓര് രണ്ടാൾ കൂടി അവിടെ നിന്ന 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ ഇത്ര വലിയ പണിയുണ്ട്. എന്നാ പിന്നെ ഇനി നവാസിനോട് റെജീനാനെ മൊഴി ചൊല്ലാൻ പറയാം. ആയുസ് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞാ മതി. ഓന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുതേ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി. സുലോയത്ത, ഇത് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ എന്താ വേണ്ടതെന്നല്ല, എല്ലാവരും വേണ്ടതുപോലെയൊക്കെ ചെയ്യാം. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീരും. അവരുടെ സ്വഭാവവും പെരുമാറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും അവർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് ക്ഷമ ചോദിക്കാം. ഞങ്ങളായിട്ട് അങ്ങോട്ട് പോകില്ല. അവർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. ഇത് ഞങ്ങളുടെ മാത്രം കാര്യമൊന്നുമല്ലല്ലോ. ഹാരിസേ, നീ അങ്ങനെ വാശി പിടിക്കരുത്. നിന്റെയും നിന്റെ പെങ്ങളുടെയും ജീവിതത്തിന് വേണ്ടി നീ അവിടെ വരെ പോയ എന്താ കുഴപ്പം? എന്റെ അതേ അവസ്ഥയാണ് നവാസിനും. അവനും വരാലോ. ഒരു പട്ടിയെ ഇറക്കി വിടുന്ന പോലെ എന്റെ പെങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. എടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചൊരു നവാസിനും വലിയ വിഷമമുണ്ട്. നീയും നവാസും നല്ല 2 കൂട്ടുകാരായിരുന്നു. പക്ഷെ നല്ല 2 അളിയന്മാരാകാൻ കഴിഞ്ഞില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. എന്തായാലും എന്റെ ഗതി എന്റെ മക്കൾക്ക് ഉണ്ടാവരുത്. മൊയ്തീനിക്ക കേറിയിരിക്കെ. നിങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് വന്നത് ഞാൻ അറിഞ്ഞ്. ഞാൻ ഇരിക്കാനല്ല വന്നത്, ചിലതൊക്കെ പറയാനാ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണോന്ന് വിചാരിച്ചിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണമല്ലോ. അത് വേണം. പിന്നെ നിങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനേ അയൽവക്കത്തെ പോയി അടുത്ത വീട്ടിൽ വന്ന് മുട്ടയിട്ട കേസൊന്നും അല്ലല്ലോ. ഇത് 2 കുടുംബങ്ങളുടെ പ്രശ്ന. ജീവിതകാലം മുഴുവൻ ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കേണ്ട 2 ആളുകളുടെ പ്രശ്ന. ഈ വീടുമായിട്ട് ബന്ധം തുടരാൻ ഞങ്ങളെ കുടുംബക്കാർക്ക് സാധ്യമല്ല. നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കല്ലേ മൊയ്തീൻക. ഇന്റെ വാശിയല്ല, ഇതിന്റെ പെങ്ങളുടെ വാശിയാ. റെജീനാനെ മരുമോളായിട്ട് സ്വീകരിക്കാൻ ഓൾക്ക് ഇഷ്ടല്ല. ഈ കല്യാണം നടത്താൻ തന്നെ ഞങ്ങൾക്കാർക്ക് ഇഷ്ടണ്ടായിരുന്നില്ല. ഇവര് കുറച്ച് ആൾക്കാരെ കൂട്ടിക്കാട്ട് അങ്ങോട്ട് നടത്തിയതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനിയിപ്പൊ പരിഹരിക്കാൻ നടക്ക. ശരിക്ക് നവാസിന്റെ ഉമ്മക്കല്ലേ റെജീനോട് പ്രശ്നമുള്ളത്. നവാസിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ട്, അതാ പറഞ്ഞത്. നവാസോളെ മൊഴി ചൊല്ലാൻ പോവാണ്. ഇത് പറയാനും കൂടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നവാസിനോട് പറഞ്ഞത്, അവന്റെ പെങ്ങളെ എനിക്കും വേണ്ടെന്ന്. എന്റെ പെങ്ങളെ ഏത് തെണ്ടിക്കെങ്കിലും കെട്ടിച്ചെടുത്തോളാം. അല്ല, എന്തപ്പോ അവിടെ ഒരു കുഴപ്പം? ഇന്റെ പെങ്ങളെ മോനൊരു നിക്കാഹ് കഴിച്ച്, ആ പെണ്ണിന്റെ ആങ്ങള ഇവന്റെ പെങ്ങളി നിക്കാഹ് കഴിച്ചു. ഇപ്പൊ എല്ലാരും അടിച്ചു പിരിഞ്ഞ്. അന്നേ ഞാൻ പറഞ്ഞതാ മാറ്റ കല്യാണം വേണ്ടാന്നു. മാറ്റ കല്യാണം ഇപ്പൊ നാറ്റ കല്യാണമായി. പരമാവധി ഞങ്ങൾ സംസാരിച്ചു. ഇനി കഴിയില്ല. ആ പെണ്ണിന് മുടിഞ്ഞ അഹങ്കാരാ തങ്ങളെ. കുടുംബം കലക്കിയിട്ടേ അവൾ അടങ്ങും. അത്തരം പെണ്ണുങ്ങളെ കുടിയിൽ നിർത്താൻ പാടില്ല. കുടുംബം മുടിഞ്ഞു പോകും. അതാ പറഞ്ഞത് മൊഴി ചൊല്ലാന്ന്. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല അല്ലേ? തങ്ങള് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാലേ അവള് ചോദിക്കും താൻ ആരാണ്. അതാ ജാതി. ആഹാ, അത്ര അഹങ്കാരം. എന്നാ അവളൊരു പാഠം പഠിപ്പിക്കണം. 2 കൂട്ടക്കാരോടും നാളെ എന്റെ കുടിയിലേക്ക് വരാൻ പറയാം. അവിടുന്ന് നമുക്ക് ശല്യങ്ങൾ ഒഴിവാക്കാം. എന്താ പോരെ? അത് മതി, സന്തോഷം. എന്നാലേ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.
ഇന്നലെ നിക്കാഹ് കഴിക്ക, നാളെ മൊയ്യില്ല എന്നൊക്കെ പറഞ്ഞ എന്താ ഇത്? വലിയ വർത്താനൊന്നും പറയണ്ട. ഇപ്പഴല്ലേ എന്റെ മുഖത്ത് നോക്കി വർത്താനം പറയാൻ മാത്രം ഈ വളർന്നേ. അന്നയൊക്കെ വളർത്തി വലുതാക്കാൻ വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പെട്ടെന്ന് അറിയാലോ. ഉമ്മ എന്തായി പറയുന്നേ? ഉമ്മ എന്തു പറഞ്ഞാലും പറഞ്ഞതുപോലെ അങ്ങോട്ട് കേട്ടാ മതി. അന്റെ നല്ലതിന് വേണ്ടിട്ടാ പറയണത്, ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിട്ട്. ഈ മൊഴി ചൊല്ലുവെന്നൊക്കെ പറഞ്ഞാ എനിക്കും വലിയ താല്പര്യമില്ല. ഉമ്മ എന്ത് പറഞ്ഞാലും ഓളെ ഞാൻ മൊഴിയല്ലൂല. ഈ ഓളെ മൊഴി ചൊല്ലിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. റെജീന ഇവിടെ വന്ന എന്താ കുഴപ്പം? പല കുഴപ്പമുണ്ട്. ഓളെ കാണാനാണെന്ന് പറഞ്ഞ ആ പിരാന്തരാങ്ങളെ ഇങ്ങളാരും ഇല്ലാത്തപ്പോ ഇവിടെ കയറി വന്ന് എന്നെ തല്ലിക്കൊന്ന നിങ്ങൾ അറിയോ? ആ ബന്ധമൊന്നും ഇനി വേണ്ട, അതിലേറെ നല്ല ബന്ധം നമുക്ക് കിട്ടും. ആ മൊഴി ചൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിക്കിനി. ആര് പറഞ്ഞിട്ടാ മാമ ഈ ഏർപ്പാടൊക്കെ ചെയ്തത്? ഹാരിസ് പറഞ്ഞിട്ട്. ഞാൻ ഓന്റെ വീട്ടിൽ പോയി ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാനും വെച്ചിട്ട്. അപ്പൊ ഓൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയോ? ഓന്റെ പെങ്ങളെ ഏത് തെണ്ടിക്ക് കെട്ടിച്ചു കൊടുത്താലും അന്നെ പോലത്തെ ഉശിരും മുടിയില്ലാത്ത ഒരു പട്ടിക്കൊപ്പം വിടൂലാന്ന്. ഷാഹിനാനെ പോലെ താന്നോന്നിയ ഒരു പെണ്ണിനെ ഓൻ ഇനി ഭാര്യയായിട്ട് വേണ്ടാന്നു. അവരിനി ഈ വീടായിട്ട് ഒരു ബന്ധത്തിനും തയ്യാറല്ല. പിന്നെ നമ്മളായിട്ട് എന്തിനാ വെറുതെ പട്ടികളെ പോലെ അങ്ങോട്ട് കേറി ചെല്ലണത്? ഓർക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട. എന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാ മതി. എനിക്ക് മടുത്തു. ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലായി. നാളെ തന്നെ മൊഴി ചൊല്ല. അവിടെ തന്നെ നമുക്ക് റംലാന്റെയും നവാസിന്റെയും നിക്കാഹ് നടത്തുകയും ചെയ്യാം. എന്തേ? കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ മൊഴിചൊല്ലൽ കൂടി കണ്ടിട്ട് പോവാ. ചിലപ്പോ നമുക്കൊരു ആവശ്യം വരുവേ. പെണ്ണെട്ടിയാലല്ലേ എനിക്ക് മൊഴിയല്ലേണ്ട ആവശ്യം വരുള്ളൂ. ഞാൻ അതല്ല ആലോചിക്കുന്നില്ല. സാധാരണ കല്യാണം പോലെ തന്നെ മൊഴിചൊല്ലൽ കൂടി കഴിഞ്ഞാൽ ഉടൻ നെയ്ച്ചോറും കോഴിയും കിട്ടിയിരുന്നെങ്കിൽ സംഭവം ബഹു ജോറായല്ല. കഴിഞ്ഞോ? എല്ലാരും വന്നിക്കണോ? ഓ, എല്ലാരും വന്നിക്കണ്. റജീന എന്റെ ആരാ? ഭാര്യ. മൊഴി ചൊല്ലിയ പിന്നെ ഭാര്യ അല്ലാണ്ടാവും. എന്താ കുഴപ്പണ്ട? ചോദിച്ചത് കേട്ടില്ലേക്ക് കുഴപ്പമുണ്ടോന്ന്? ഇല്ല. എന്താ ഉത്തരം പറയാ ഒരു താമസം? ഷാഹിൻ എന്റെ ആരാ? ഭാര്യ. ഇനി ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ പറ്റൂല അല്ലേ? ഈ ഒന്നാത്തേക്ക് വന്നേ. ഓ കുറച്ചിങ്ങോട്ട് പോ. ഓ ഓ ഇത് അനക്കുള്ളതാ. ഇത് എന്റെ പെണ്ണുങ്ങൾക്ക്. ഇജ്ജ് കൊടുത്താ മതി. ചെല്ലേ. എന്തേനവിടെ? ഒന്നുമില്ല, ഞങ്ങളവിടെ ഒരു ചർച്ചയിലായിരുന്നു. ചർച്ചക്കടയിൽ ടപ്പേ ടപ്പേന്ന് കേട്ടോ.
എന്താ എന്റെ പേര്? ഷാഹിന. അതാരാ? എന്റെ ഭർത്താവാ. ശരിയാണോ മൊയ്തീനെ? അതെ. ഇതാരാ? എന്റെ അമ്മായിയമ്മ. അമ്മായിയമ്മയല്ല, ഉമ്മ അല്ലേ മൊയ്തീനെ? അതെ. അന്റെ ഭർത്താവിന്റെ വീട് അന്റെ വീട്, ഭർത്താവിന്റെ ഉമ്മ അന്റെ ഉമ്മ, ഭർത്താവിന്റെ സഹോദരന്മാര് അന്റെ സഹോദരന്മാര്. മനസ്സിലായ? മനസ്സിലായി. ഞാനെന്ന ഭാവം അല്ല വേണ്ടത്, ഞമ്മളെന്ന ഭാവ. ഞമ്മടെ കുടുംബം, ഞമ്മടെ നാട്. അങ്ങനെ ചിന്തിക്കണം. ആരും നമുക്ക് വെറുക്കാൻ പറ്റൂല. അല്ലേ മൊയ്തീനെ? അത് എന്നെ തങ്ങളെ. ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണം, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണം. മരുമോൾ അമ്മായിയമ്മക്ക് കരുതലും സ്നേഹവും സഹായവും ആവണം. അമ്മായിയമ്മ തിരിച്ചും അങ്ങനെ ആവുമ്പോഴേ നല്ലൊരു കുടുംബം ഉണ്ടാവും. കുടുംബം നന്നാവുമ്പോഴേ സമൂഹം നന്നാവും. ഈ പടച്ചോന്റെ ദുനിയാവ് നന്നാവും. പടച്ചോന്റെ നാമത്തിൽ നിങ്ങളെ നിക്കാഹ് കഴിപ്പിച്ചൊരു കുടുംബാക്കി മാറ്റിയത് പടച്ചോന്റെ നാമത്തിൽ തന്നെ ഈ തങ്ങളുടെ മുന്നിൽ വെച്ച് മൊഴി ചൊല്ലി പോകാനല്ല, സുഖവും ദുഃഖവും ഒക്കെ പങ്കുവെച്ച് സന്തോഷമായി ജീവിക്കാനാണ്. പ്രവാചകൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? അബ്ഹദുൽ ഹലാലി എന്തല്ലാഹി അത്തുലാം. അതായത് അള്ളാഹു ഏറെ വെറുപ്പോടെ അനുവദിച്ച കാര്യമാണ് വിവാഹമോചനം. അതുകൊണ്ട് പടച്ചോൻ ഒന്നാക്കിയതിനെ മനുഷ്യന്റെ കാര്യസാധ്യത്തിന് വേണ്ടി രണ്ടാക്കാതിരിക്കാൻ നല്ലത്. ഹാരിസിന് ഷാഹിനെ മറക്കാൻ പറ്റും? ഇല്ല. നവാസിന് റജിനെ മറക്കാൻ പറ്റും? ഇല്ല. ഇനി ഇവര് മൊഴി ചൊല്ലേണ്ട കാര്യമുണ്ടോ ഇഷ? ഇല്ല. ആയിഷ പറഞ്ഞതല്ലേ ശരി മൊയ്തീനെ? അതെ. എന്നാ ഇനി രണ്ട് ഭർത്താക്കന്മാരും അവനവന്റെ ഭാര്യമാരെയും കൂട്ടക്കാരെയും വിളിച്ച് കുടിയിലേക്ക് പോയി. നവാസേ, നീ ഇങ്ങോട്ട് വന്നേ. ആരിസേ, കൊടുക്കേ. അങ്ങനെ തന്നെ. എല്ലാവരും കണ്ടോ? ഇപ്പൊ ഒരുമിച്ചില്ലേ? ഈ ഒരുമിക്കലല്ല, പിന്നെ ഇങ്ങോട്ട് മാറിയ നവാസേ, ഹരിസേ, നീ നിന്റെ പെട്ട കൈ പിടിക്ക്, നിന്റെ പെട്ട കൈ നീ പിടിക്കും. ഈ ഒത്തൊരുമയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നമുക്ക് വളരെ സന്തോഷായി. ഇതാണ് മനുഷ്യൻ നന്നായ ഭൂമി സ്വർഗാവും എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എന്നെ സഹായിച്ച ഉദയ ക്ലബിലെ അംഗങ്ങളെ പടച്ചോൻ അനുഗ്രഹിച്ചു. അതല്ല, എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോകും. മൊയ്തീൻ ഏത് വീട്ടിലേക്കാ പോവുക? അതെ, വാപ്പയും ഉമ്മയും കുടുംബങ്ങളൊക്കെ നിർത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഞാൻ എന്റെ ധാരാവിലേക്ക് പോവുകയാണ്. പോവല്ലടാ.